നമ്മുടെ ക്ലാസ് എന്തായാലും നമുക്ക് തുടങ്ങാം. ഞാൻ കഴിഞ്ഞ ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സിലബസ് ഇതാണ്. നമ്മുടെ സിലബസ് ഇതാണ്. അപ്പൊ എല്ലാവരും കേൾക്കാമല്ലേ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പം KP ജ്യോതിഷത്തിലെ നിയമങ്ങൾ, KP ജ്യോതിഷവും അതിൻ്റെ സബ്ലോഡ് തിയറി എന്താണെന്നുള്ളത്, അതിൽ പിന്നെ ഹൗസ് കസ്പ് ഭാവസ്ഫുടം, പിന്നെ റൂളിംഗ് പ്ലാനറ്റ്സ്, പിന്നെ ശുഭഭാവങ്ങളും അശുഭഭാവങ്ങളും ഗ്രഹങ്ങളും, ഭാവങ്ങളുടെ സംയോജനവും ഫലങ്ങളും, പിന്നെ KP പ്രശ്ന ജ്യോതിഷം, ഹൊറാറി ജ്യോതിഷം, പിന്നെ ഭാവങ്ങളുടെ പ്രവർത്തനകരമായ സൂചനകൾ, ഗ്രഹങ്ങളുടെ പ്രവർത്തനമായ സൂചനകൾ, പിന്നെ 4 സ്റ്റെപ്പ് തിയറി, പിന്നെ KP നാഡി പ്ലാനറ്റ്സ്, നാഡി സിഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പുനർഫു ദോഷം, അത് ആകെ ഉള്ളൊരു ദോഷമായിരുന്നു, പിന്നെ ഭാഗ്യബിന്ദു ഫോർച്യൂണ പോയിന്റ്, പിന്നെ 1 മുതൽ 12 വരെ ഭാവങ്ങളുടെ വിശകലനവും ഫലപ്രചനവും, പിന്നെ ടൈമിംഗ് ഓഫ് ഈവൻസും ട്രാൻസിറ്റും. ഇതാണ് നമ്മുടെ സിലബസ്. അപ്പം നമുക്ക് എന്തായാലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇപ്പം KP ജ്യോതിഷം നമുക്ക് ഇതെന്ന് വെച്ചാൽ സബ്ലോഡ് തിയറി എന്നാ പറയുന്നത്. വെച്ചാൽ ഇതിൻ്റെ ഈ KP ജ്യോതിഷത്തിന്റെ പ്രധാന ഹീറോ എന്ന് പറയുന്നത് സബ്ലോഡാണ്. അപ്പം സബ്ലോഡ് എന്തോന്ന് ഞാൻ അത് ബാക്കി വഴിയെ പറയാം. അപ്പോൾ സബ്ലോഡ് ആണ് എന്താണ് നമുക്ക് അത് കൃഷ്ണമൂർത്തി സാറാണ് പിന്നെ ഇത് ചെയ്തത്. കൃഷ്ണമൂർത്തി സാറ് ഒരു തമിഴ്നാട്ടിലെ ഒരു ജ്യോതിഷനായിരുന്നു. അങ്ങേര് പിന്നെ ഇത് നമ്മളെ സാധാരണക്കാർക്ക് വേണ്ടി ഈ മറ്റു ജ്യോതിഷം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സിംപ്ലിഫൈഡ് KP അസ്ട്രോളജി എന്ന് പറഞ്ഞാണ് പുള്ളി ഇത് പേരിട്ടേക്കുന്നത്. അപ്പം ഇത് വേദിക് ജ്യോതിഷത്തിന്റെ ഇത് തന്നെയാണ്. പക്ഷെ അതിൽ ഭാവങ്ങളും ഭാവങ്ങളുടെ വിഭജനവും പിന്നെ അയനാംശവും ഇത് മൂന്നുമാണ് പുള്ളി ഒന്ന് മോഡിഫൈ ചെയ്തത് അതിനകത്ത്. ഈ ഭാവങ്ങളും ഹൗസും പിന്നെ സബ്ലോഡും കൂടെ വെച്ച് എന്ന് വെച്ചാൽ നമ്മൾ നവാംശം നോക്കി ഫലം പറയുന്നതിന് പോലെ കുറച്ചുകൂടെ കൃത്യതയായിട്ട് പറയാനായിട്ട് ഓരോ ഭാവങ്ങളും നക്ഷത്രങ്ങളും പിന്നെ നക്ഷത്രങ്ങളുടെ സബ്ലോഡ്സ് ആയിട്ട് ഇത് ചെയ്തതാണ്. അപ്പം ഒരു സാധാരണ ഇതിനകത്ത് നമ്മൾ KPയിൽ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ജ്യോതിഷത്തിൽ ഫലം പറയുന്ന കണക്ക് അടിമുടി അങ്ങ് പറയത്തില്ല. ഓരോ സംഭവങ്ങളും എടുത്തു വെച്ചാണ് സാധാരണ പറയുന്നത്. അപ്പൊ അതിൽ ഇതിന്റെ കൂടെ പ്രശ്നം കൂടെ നോക്കി പറയുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ടൈം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അതിൽ കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ വലിയൊരു പണിയാണ്. അപ്പൊ ആ പണി ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് ഒരു പ്രശ്നം വെക്കുന്ന രീതി ഞാൻ പറയാം. അപ്പം ഇതിൽ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നക്ഷത്രത്തിനെയും 9 ഡിവൈഡ് ചെയ്യാണ്. മറ്റത് 4 സാധാരണ ഒരു നക്ഷത്രത്തിന് സാധാരണ ജ്യോതിഷത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ നമ്മൾ ഓരോ പിന്നെ ഡിവിഷണൽ ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൽ വ്യത്യാസം വരും. ഡിവിഷണൽ ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വ്യത്യാസം വരും. ഒരു പിന്നെ പല രീതിയിൽ ആ ഡിഗ്രി അനുസരിച്ച് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇത് ഓരോ നക്ഷത്രത്തിനെയും മിനിമം 9 ഡിവൈഡ് ചെയ്യണം. ആ 9 ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടല്ല പല രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്യും. ഹലോ മോഹൻ ചേട്ടാ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഒരു മിനിറ്റ്. ഹലോ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താൽ നമ്മളെ വീഡിയോ കറക്റ്റ് ആയിരിക്കും. വീഡിയോ തരുമ്പോഴേ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് സബ്ലോഡ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ഭാവത്തിനെയും 9 ഡിവൈഡ് ചെയ്യുന്നു. 9 ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ ഡിവിഷൻ ഞാൻ പറയാം. പിന്നുള്ളത് കസ്പൽ സബ്ലോഡ് എന്നാണ് പറയുന്നത്. കസ്പൽ സബ്ലോഡ് തിയറി എന്ന് പറയുന്നത്. കസ്പൽ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഓരോ ഭാവവും നമ്മുടെ ഭാവസ്ഫുടം പറയുന്നത് പോലെ, നമ്മൾ സാധാരണ ഭാവസ്ഫുടം പറയുമ്പോൾ ലഗ്നത്തിന്റെ സ്ഫുടം പറയുമെന്നുള്ളതല്ലാതെ ബാക്കിയുള്ള സ്ഫുടങ്ങൾക്ക് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കാറില്ല. ഭാവചലിത ചാർട്ടിൽ ആ ഭാവം വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും പറയുമെന്നുള്ളത് ആ ഭാവത്തിന്റെ പിന്നെ അധിപൻ നമ്മൾ എടുക്കും. പക്ഷെ ഭാവത്തിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്, അത് നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല പൊതുവെ. അപ്പൊ ആ ഒരു പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സാധാരണ വേദിക് ജ്യോതിഷത്തിൽ
നമ്മുടെ ഭാവസ്ഫുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ആ സെന്റർ ആയിട്ടാണ്. ആ സെന്റർ പോയിന്റ് ആയിട്ടാണ് ഭാവസ്ഫുടം എടുത്തിട്ട് 15 ഡിഗ്രി പിറകോട്ടും അല്ലെങ്കിൽ 15 ഡിഗ്രി മുന്നോട്ടും അല്ലെങ്കിൽ രാശിമാനം പോലെ മുന്നോട്ടും പിറകോട്ടും ആക്കി എടുക്കുന്നത്. അതേ സമയത്ത് KP അസ്ട്രോളജിയിൽ ഭാവത്തിന്റെ തുടക്കമാണ് ഭാവസ്ഫുടം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇപ്പൊ ഒന്നാം ഭാവം ഒരു ഡിഗ്രിയിൽ തുടങ്ങുന്നതെങ്കിൽ ആ ഡിഗ്രിയിൽ നിന്ന് മുന്നോട്ടാണ് ഭാവം നോക്കുന്നത്. അതിന്റെ പുറകോട്ട് എടുക്കത്തില്ല. പുറകോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ഒരു 3 ഡിഗ്രിക്കകത്ത് പിറകിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ആ ഗ്രഹത്തിന് നമ്മൾ ഒന്നാം ഭാവത്തിന്റെ പിറകിൽ ഒരു 3 ഡിഗ്രിക്കകത്ത് ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ആ ഗ്രഹത്തിന് ഭാവത്തിനാണ് എന്ന് നമ്മൾ പറയും. അപ്പം അതാണ് ഭാവസ്ഫുടം എന്ന് പറയുന്നത്. ആ ഭാവസ്ഫുടമാണ് എല്ലാ ഭാവങ്ങളുടെയും സ്ഫുടമാണ് ആ ഭാവത്തിന്റെ കാരകത്വം കണ്ടുപിടിക്കുന്നത്. ആ കാരകത്വം എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് ആ ഭാവത്തിന്റെ സ്ഫുടം വെച്ചാണ്. അപ്പോൾ ഭാവത്തിന്റെ സ്ഫുടം ആ ഭാവത്തിന്റെ അധിപം നോക്കിയാലും നമ്മൾ നടക്കത്തില്ല. ഭാവത്തിന്റെ നക്ഷത്രം അത് കുറച്ചുകൂടെ ഇത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ആ 30 ഡിഗ്രിക്കകത്ത് വളരെ പിൻ പോയിന്റ് ചെയ്തിട്ടാണ് ആ ഭാവം എടുക്കുന്നത്. അപ്പൊ ആ ഭാവം എടുക്കുന്ന ആ ഭാവത്തിൽ കിട്ടുന്ന ഏത് ഗ്രഹമാണോ, ആ ഭാവത്തിന്റെ സ്ഫുടത്തിൽ കിട്ടുന്ന ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിന്റെ നക്ഷത്രത്തിനെയാണ് നോക്കുന്നത്. അപ്പം അതാണ് ഇതിന് സ്റ്റെല്ലാർ അസ്ട്രോളജി എന്ന് പറയുന്നത്. നക്ഷത്ര ജ്യോതിഷം എന്ന് പറയുന്ന കാര്യം അതാണ്. അപ്പൊ 12 രാശികളെക്കാൾ 27 നക്ഷത്രങ്ങളുടെ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതിന് ഓരോ നക്ഷത്രത്തിന്റെ സ്ഥാനത്തിന് അതിന്റെ ഫലങ്ങൾ നിർണായകമായിട്ട് വരും. പിന്നുള്ളത് KP ജ്യോതിഷം എന്ന് പറയുന്നത് അതിൽ അയനാംശം നമ്മൾ എടുക്കുമ്പോൾ സാധാരണ ലഹരി ഉപയോഗിക്കുന്നതിന് പകരം KP അയനാംശമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. KP അയനാംശം ഏതാണ്ട് 0 ഡിഗ്രി 6 മിനിറ്റിന്റെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അവരുടെ കാൽക്കുലേഷനിൽ. പിന്നുള്ളത് ശരിയായ ഒരു സമയം അറിയത്തില്ലെങ്കിൽ, നമുക്ക് ശരിയായ സമയം അറിയാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രശ്നത്തിന്റെ ഗ്രഹനില എടുക്കും. പ്രശ്നത്തിന്റെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നക്ഷത്രത്തിനെ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തം നമുക്ക് 27 നക്ഷത്രമുള്ളത്. 27 നക്ഷത്രമാകുമ്പോൾ 27 ഗുണം 9 എന്ന് പറഞ്ഞാൽ 243 നമ്മൾ പോയിന്റ് കിട്ടി. 243 സബ്ലോഡ്, അതാണ് സബ്ലോഡ്. 9 സബ്ലോഡാണ് ഒരെണ്ണത്തിനകത്തുള്ളത്. അപ്പൊ 27 ഗ്രഹങ്ങൾക്ക് 27 ഗുണം 9, അപ്പൊ 243 സബ്ലോഡ് കിട്ടി. പിന്നുള്ളത് നമ്മുടെ ഭിന്നപാത നക്ഷത്രങ്ങളാണ്. ഭിന്നപാത നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ നക്ഷത്രം കാർത്തികയും ഉത്രവും ഉത്രാടവും. അത് കാൽഭാഗം ആദ്യത്തെ രാശിയിലും അടുത്ത 3 പാദം അതിനടുത്ത രാശിയിലും നിൽക്കുന്നു. അതുപോലെ ചൊവ്വയുടെ നക്ഷത്രങ്ങളായ മകയിരവും ചിത്തിരയും അവിട്ടവും അതിന്റെ പകുതി നക്ഷത്രം 2 പാദം ആദ്യത്തിലും അടുത്ത 2 പാദം അടുത്ത രാശിയിലും നിൽക്കുന്നത്. മൂന്നാമത്തെ ഭിന്നപാത നക്ഷത്രം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴത്തിന്റെ നക്ഷത്രം എന്ന് വെച്ചാൽ വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദം ആദ്യത്തെ രാശിയിലും അടുത്ത 1 പാദം അടുത്ത രാശിയിലും. അതുപോലെ പുണർദത്തിന്റെ, അതുപോലെ വിശാഖത്തിനും പൂരിട്ടാതിക്കും അതുപോലെയാണ്. ഈ സൂര്യനും ചൊവ്വയും വ്യാഴവും വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ 159 ട്രെയിനിന്റെ നാഥന്മാര്. 159ന്റെ നാഥന്മാര് ആ ധർമ്മത്രികോണത്തിന്റെ നാഥന്മാരാണ് വ്യാഴവും സൂര്യനും ചൊവ്വയും. അതുകൊണ്ടാണ് അതാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ധർമ്മത്രികോണത്തിന്റെ 3 നാഥന്മാര് 12 രാശികളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ഒരു ഗ്രഹം ഒരു നക്ഷത്രവും മറ്റുള്ള രാശി 12 രാശിയായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് 3ഉം കൂടെ ചെയ്യും. ധർമ്മത്രികോണത്തിലെ 3 നാഥന്മാര് സൂര്യനും ചൊവ്വയും എന്ന് വെച്ചാൽ മാഴ്സ് ഏറീസിന്റെ മേടത്തിലെ മാഴ്സും ചിങ്ങത്തിലെ സൂര്യനും ധനുവിലെ വ്യാഴവും, ഇത് 3ഉം ധർമ്മത്രികോണത്തിന്റെ നാഥന്മാരാണ്. അപ്പൊ ആ നാഥന്മാര് ചേർന്നിട്ട് 12 രാശികൾക്കും ജോയിൻ ആയിട്ട് ഫലം കൊടുക്കുകയാണ്. അതാണ് ഈ ഭിന്നപാത നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പൊ ഇതില് ചൊവ്വയുടെ നക്ഷത്രമായ മകയിരവും നമ്മുടെ ചിത്തിരയും അവിട്ടവും 2 രാശി മുന്നിലും 2 രാശി പിറകിലും കാണിക്കുന്നത്. അപ്പം അതിന് നമ്മൾ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഡിവിഷൻ കറക്റ്റായിട്ട് തന്നെ വരും. അതേ സമയത്ത്
ഒരേ രാശി ഒരേ പാദം ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ സൂര്യന്റെ ആദ്യത്തെ പാദവും കാർത്തികയുടെ ആദ്യത്തെ പാദവും ഉത്തരത്തിന്റെ ആദ്യത്തെ പാദവും ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദവും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പാദം അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കും. അപ്പൊ അത് ഈ കാൽപാദത്തിലും രണ്ടാമത്തെ പാദത്തിനും കൂടെ ചേർന്ന് കിടക്കും. അപ്പൊ അതിൽ വരുമ്പോൾ ആദ്യത്തെ പാദത്തിന്റെ ഉദാഹരണത്തിന് നമ്മൾ ആ കാർത്തിക എടുക്കുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ പാദത്തിന്റെ ഉപാധിപൻ എന്ന് പറഞ്ഞ രാഹുവായിട്ടാണ് വരുന്നത്. അപ്പൊ രാഹു വരുമ്പോൾ രാഹു അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പം രണ്ട് വ്യത്യാസം വരും അതിൽ. ഒന്ന് അതിന്റെ അധിപൻ മാറും, ഒന്ന് അതിന്റെ രാശിയുടെ അധിപൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ചൊവ്വയും വരും, മറ്റിടത്ത് വരുമ്പം ശുക്രനും വരും. അതുപോലെ മറ്റ് രണ്ട് നക്ഷത്രങ്ങൾക്ക് അപ്പം എല്ലാത്തിലും കൂടി രണ്ടെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം വെച്ച് 9 നക്ഷത്രങ്ങൾക്ക് 27 നക്ഷത്രങ്ങൾ 6 എണ്ണം വന്നു. അങ്ങനെ 243 കൂടെ 6 എണ്ണം കൂടെ കിട്ടുമ്പോൾ 249 സബ്ലോഡുകൾ നമ്മൾ കിട്ടും. അപ്പൊ പ്രശ്നം വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാളുടെ നമ്മൾ പറയും ഒരു നമ്പർ ഇതാന്ന് പറയും, 250 താഴെയുള്ള അല്ലെങ്കിൽ 1-നും 250-നും ഇടയ്ക്കുള്ള ഒരു നമ്പർ തരാൻ പറയും. എൻ്റെ അനുഭവത്തിൽ നമ്മൾ പലയിടത്തും 1-നും 250-നും ഇടയ്ക്കുള്ള ഒരു നമ്പർ പറയാൻ പറയുമ്പോൾ പലരും 10-നകത്തുള്ള നമ്പർ പറയും. 10-നകത്ത് നമ്പർ പറയുമ്പോൾ മിക്കവാറും എല്ലാം നമുക്ക് മേടത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് സാധാരണ നമ്മുടെ വേദി ജ്യോതിഷത്തിൽ പറയുന്നത് ഒരു 3 അക്ക നമ്പർ തരാൻ പറയും. 3 അക്ക നമ്പർ തന്നിട്ട് അതിനെ 108 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ബാക്കി വരുന്ന എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. അതാണ് വേദി ജ്യോതിഷത്തിൽ പ്രശ്നത്തിൽ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഫാൻസി നമ്പർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പരും അല്ലാത്ത 250 താഴെയുള്ള നമ്പർ തരാൻ പറയും. അപ്പം അപ്പോഴവർക്ക് കുറച്ചുകൂടെ കിട്ടും. 1 മുതൽ എന്ന് പറയുമ്പോൾ മിക്കവാറും 2, 3, 4 എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അപ്പം അവരുടെ പ്രാർത്ഥിച്ച് ഒരു ജാതകം കൊണ്ടുവരുന്നിടത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ചോദിച്ചിട്ട് പറയും 250 താഴെ ഒരു നമ്പർ തരണം. ആ നമ്പരായിരിക്കും നമ്മുടെ പ്രശ്ന ലഗ്നം എന്ന് പറയുന്നത്. KPയുടെ ഹൊറാറി ലഗ്ന പോയിന്റ് അസെൻഡന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കസ്പ് എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും. അപ്പം ആ 249 ഒരെണ്ണമായിരിക്കും. അത് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് സാധാരണ 2 രീതിയിൽ നമ്മൾ പ്രശ്നം നോക്കാറുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ പറയുമ്പോൾ, 2 നമ്മൾ ഇരിക്കുന്ന സമയത്ത്. അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മൾ പണ്ട് കാലത്ത് ആർക്കെങ്കിലും ഒരു ജ്യോതിഷം അറിയണോ, എന്തെങ്കിലും ജ്യോതിഷത്തിന്റെ സംശയം അറിയണമെങ്കിൽ ജ്യോതിഷന്റെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ജ്യോതിഷനെ വിളിച്ച് വീട്ടിൽ വരുത്തി ഫ്രണ്ടിലാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു മാർഗം പണ്ടില്ല. അപ്പോൾ എന്താ ചെയ്യും, ആ ചോദ്യം നമ്മൾ എപ്പോഴാണോ പ്രശ്നം നോക്കുന്നത് ആ സമയത്തെ ഗ്രഹനിലയാണ് നോക്കുന്നത്. അതേസമയത്ത് ഇപ്പോഴും ഇമെയിലിൽ കൂടെ വരാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരുപാട്, ടെലിഫോണിൽ കൂടെ വിളിച്ച് പറയാം, വാട്സാപ്പിൽ മെസ്സേജ് തരാം, അല്ലാതെ മെസ്സേജ് തരാം. അപ്പോൾ ആ സമയം നോക്കിയിട്ട് ആ നമ്പരും കൂടെ വെച്ചെടുക്കാം. 1, 2 ആ സമയം നമ്മൾ അവർ തരുന്ന നമ്പരും നമ്മൾ നോക്കുന്ന സമയത്ത് ലഗ്നവും എടുക്കാം. ആ ലഗ്നമല്ല, നോക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ ഭാവം എടുക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിൽ മറ്റതാണ് കുറച്ചുകൂടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ചോദിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ ഉണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ ആൻസറിന് റിഫ്ലക്റ്റ് ചെയ്യും. അല്ല നമുക്ക് ആ ചോദ്യവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ജാതകനാണ്. ജാതകന്റെ ചോദിക്കുന്ന സമയത്ത് ആൻസർ ഉണ്ട്, അത് പിന്നെ വരുന്നതല്ല. അതുകൊണ്ട് ആ സമയത്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം. ഇപ്പം KPയിൽ രാശി ചിഹ്നങ്ങളും ഗ്രഹങ്ങളും അതെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ല. രാശി ചിഹ്നങ്ങളിലും ഗ്രഹങ്ങളുടെ പൊസിഷനും എല്ലാം ഒരേ രീതിയിലാണ്. പക്ഷേ അതിന്റെ പ്രവചനത്തിനായി ഉപയോഗിക്കുന്ന രീതികളാണ് നമ്മൾ മാറ്റുന്നത്. ഭാവസ്ഫുടങ്ങൾ, അതിനെ കസ്പെന്ന് പറയും. ഭാവസ്ഫുടങ്ങൾ, അത് കസ്പങ്ങൾ എന്ന് വെച്ചാൽ ഭാവങ്ങളുടെ അതിർത്തി. ഭാവത്തിന്റെ തുടക്കത്തിൽ പ്രാധാന്യം കൊടുത്തിട്ട്
കൂടാതെ അതിൻ്റെ ഭാവങ്ങളെ വിലയിരുത്താൻ അതിനെ ഒരു ഭാവചലിത ചാർട്ട് എന്ന് വെച്ചാൽ KP ചാർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 27 നക്ഷത്രങ്ങൾ ഓരോ രാശിചക്രത്തെ ഓരോ ഗ്രഹത്തെയും പ്രധാനമായി അതിൻ്റെ ചിഹ്നത്തെ നക്ഷത്രത്തെയും അടിസ്ഥാനമായിട്ട് വിലയിരുത്തും. സബ്ലോഡ് എന്ന് പറയുന്നത് ആ സബ്ലോഡാണ് നമുക്ക് ഇത് തരുന്നത്. അപ്പോൾ ഒരു നക്ഷത്രത്തെയും 9 അസമമായ ഉപഭാഗങ്ങളായിട്ടാണ് മാറിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിംശോത്തരി ദശയിലെ നമ്മുടെ ദശയുടെ ഡിവിഷൻ എന്ന് വെച്ചാൽ കേതുവിന് 7 വർഷം, അടുത്തത് ശുക്രൻ്റെ 20 വർഷം, സൂര്യൻ്റെ 6 വർഷം, പിന്നെ ചന്ദ്രൻ 10 വർഷം, പിന്നെ ചൊവ്വ 7 വർഷം, രാഹു 19 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം. ഈ രീതിയിലുള്ള നമ്മൾ ഇപ്പം അന്തർദശയും പ്രത്യന്തർദശയൊക്കെ കണക്കാക്കുന്ന രീതിയിൽ നമ്മൾ ഈ 13 ഡിഗ്രി 20 മിനിറ്റ് ഉള്ള നമ്മുടെ ഒരു നക്ഷത്രത്തിനെ നമ്മൾ 9ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഉദാഹരണത്തിന് കേതു അശ്വതിയാണ് ആദ്യത്തെ ഇത്. ആദ്യത്തെ അശ്വതി ആകുമ്പോൾ ആദ്യത്തെ ഉപാധിപൻ എന്ന് പറയുന്നത് നമ്മളെ ദശയുടെ കണക്കൂട്ടൽ പോലെ കേതു തന്നെയാണ്. അപ്പൊ കേതു എത്ര വർഷമാണ്? കേതു 7 വർഷമാണ്. അപ്പൊ ഈ 13 ഡിഗ്രി 20 മിനിറ്റിനെ നമ്മൾ മൊത്തം മിനിറ്റ് ആക്കുമ്പോൾ അത് 800 മിനിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 120 ഡിഗ്രിക്കാണ് നമ്മൾ 7 വർഷമുള്ളത്. അപ്പോൾ 800 മിനിറ്റിന് എത്ര എന്നുള്ള രീതിയിൽ കണക്കാക്കും. അപ്പൊ അത് ആ ഒരു പീരീഡ് കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ ശുക്രന്റെ 20 വർഷമാണ്. അപ്പം 120 ആണെങ്കിൽ 800 എത്ര എന്നുള്ള രീതിയിൽ മിനിറ്റ് ആക്കി എടുക്കും. അങ്ങനെ ഓരോന്നിനും അപ്പം എല്ലാം പല രീതിയിലിരിക്കും. അത് മാക്സിമം വരുന്ന ശുക്രനാണ്. 2 മിനിറ്റ് കുറച്ചുകൂടെ വരും. അപ്പം അതാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെ അപ്പം ഓരോ നക്ഷത്രത്തിനെയും 9 ഉപവിഭാഗങ്ങളായിട്ട് സബ്ലോഡായിട്ട് അത് നിയന്ത്രിക്കും ഓരോ നക്ഷത്രയും. ആ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്ന ആ നക്ഷത്രത്തിന്റെ ഫലങ്ങൾ കാണിക്കും. ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. അപ്പം നമ്മൾക്ക് മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം തരുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന്റെ ഫലമല്ല, ആ ഗ്രഹം ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ട നക്ഷത്രനാഥന്റെ ഭാവങ്ങളെ ആണ് ഫലം തരുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് നിൽക്കുന്ന ഭാവമാവാം, അല്ലെങ്കിൽ അത് അതിൻ്റെ ഓണർഷിപ്പുള്ള ഭാഗമാവാം. രാഹുവും കേതുവും വരുമ്പോഴത്തേക്ക് അത് നിൽക്കുന്ന ഭാവം എടുക്കും, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളെ എടുക്കും, അതിൻ്റെ നക്ഷത്രത്തെ എടുക്കും, അല്ലെങ്കിൽ ആ നിൽക്കുന്ന രാശിയുടെ അധിപനെ എടുക്കും. അതാണ് ആ രീതിയിൽ വരുന്നത്. ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് അങ്ങനെയാണ് വരുന്നത്. ആദ്യം കൂടെ നിൽക്കുന്നവരെ എടുക്കും, അല്ലെങ്കിൽ നോക്കുന്നവരെ എടുക്കും, പിന്നെ നക്ഷത്രത്തെ എടുക്കും. അത് 3 അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ രാശിയുടെ എടുക്കും. അപ്പം അങ്ങനെയാണ് ആ ഫലം വരുന്നത്. അപ്പം ഗ്രഹങ്ങൾ പ്രാഥമികമായി അവ നിൽക്കുന്ന നക്ഷത്രത്തിന്റെ ഫലം നൽകും, ഏതെങ്കിലും ഭാവത്തിൽ നിന്നുള്ള. അതേ സമയത്ത് നമ്മൾ ഒരു ഗ്രഹം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ തരും. പക്ഷെ ഏതെങ്കിലും ഭാവത്തിൽ നിന്ന് 12ാം ഭാവത്തിലാണ് ഫലം തരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇത് നോക്കുമ്പോൾ ഏത് ഭാവത്തിൻ്റെയും 12ാം ഭാവം അതിൻ്റെ പ്രതികൂലമായ ഭാവമാണ്. ഉദാഹരണത്തിന് നമ്മുടെ 1ാം ഭാവം നമ്മൾ സ്വന്തം ഇതാണ്. 12ാം ഭാവം എന്ന് വെച്ചാൽ അതിൻ്റെ നമുക്ക് നമ്മുടെ നഷ്ടങ്ങളും അതും എല്ലാമാണ് 12ാം കൊണ്ടുപോകുന്നത്. 2ന്റെ എന്ന് പറഞ്ഞാൽ 1 12. ഇപ്പം കല്യാണം നോക്കുമ്പോഴത്തേക്ക് 7ആണ് കല്യാണത്തിൻ്റെ വിവാഹത്തിൻ്റെത്. അപ്പൊ 7ന്റെ 12 6ആണ്. അപ്പം 7 മുതൽ 6 വരെയാണെങ്കിൽ നമുക്ക് അതിൽ മോശപ്പെട്ട ഫലങ്ങളെന്ന് പറയാം. 12ാം ഭാവം പറയുമ്പോൾ അത് ഒന്നുകിൽ അത് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പം നമുക്ക് ഉണ്ട് ഇല്ല എന്ന് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ കൃത്യമായ സമയം കൃത്യമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ആണ് ഉപയോഗിക്കുന്നത്. കൃത്യമായ സമയം അതിനാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇപ്പം വിവാഹം, പ്രസവം, പിന്നെ തൊഴിൽ, സ്ഥാനക്കയറ്റം, വിദേശ യാത്ര, സ്വത്ത്, വ്യവഹാരം, ആരോഗ്യം, ദീർഘായുസ്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും.
അങ്ങനെ അതാണ്. ഇപ്പൊ തുടക്കക്കാര് സാധാരണയായി അടിസ്ഥാന ഭാവസൂചകർ അടിസ്ഥാനമായിട്ടുള്ള അത് ഞാൻ പിന്നെ പറഞ്ഞത് എന്താണെന്നുള്ളത് അടുത്ത ഭാഗം വരുമ്പോഴും നമുക്ക് വരും. അപ്പോൾ ഇതാണ് രാശിയിലെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ സബ്ലോഡ് എന്നിവയ്ക്ക് KP സമ്പ്രദായ മൂല്യം കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. ഇത് കൃത്യതയ്ക്ക് പറ്റിയതാണ്. കൂടാതെ ഇവയുടെ ഒരു നക്ഷത്രത്തിന്റെ ഉപാധിപന്മാർ എന്ന് വിളിക്കുന്ന 9 ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഉപാധിപങ്ങൾ തുല്യപ്രധാന, ഞാൻ നേരത്തെ പറഞ്ഞു, അത് വിംശോത്തര ദശയാണ് ഇത് ചെയ്യുക. ഒരു സമ്മറി പോലെ. KP ജ്യോതിഷം വേദിക് ജ്യോതിഷം പ്രധാനമായി ഉപയോഗിക്കുന്ന ലഹരി അനാവശ്യത്തിന് പകരം KP അനാവശ്യം ഉപയോഗിക്കുന്നു. 2 അനാവശ്യമുള്ള വ്യത്യാസം 6 മിനിറ്റാണ്. പിന്നുള്ള KP ജ്യോതിഷം കസ്പുകളാണ് ഉപയോഗിക്കുന്നത്. വേദിക് ജ്യോതിഷം ഉപയോഗിക്കുന്ന ഭാവമധ്യങ്ങൾ അല്ല, മറിച്ച് പ്ലാസിഡസ് ഭാവരീതിയിൽ ഭാവത്തിന്റെ തുടക്കം, അതാണ് ഭാവസ്ഫുടത്തിന് കസ്പ് എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്നു. ഒരു ഗ്രഹം അതിന്റെ ദശയിൽ ഫലം നൽകുമ്പോൾ സ്വയം ആ ഗ്രഹം അല്ല, മറിച്ച് ഗ്രഹത്തിന്റെ നക്ഷത്ര ലോഡാണ് ഫലം നൽകുന്നത്. അതാണ് KP ഏറ്റവും. പിന്നെ മുകളിലുള്ള ഫലങ്ങൾ ശുഭമോ അശുഭമോ ആണെന്ന് തീരുമാനിക്കുന്നത് ഓരോ ഗ്രഹത്തിന്റെ സബ്ലോഡാണ്. അപ്പൊ ആ സബ്ലോഡ് തീരുമാനിക്കുക വെച്ചാൽ നമ്മൾ ആ സബ്ലോഡ് ഏത് ഭാവമായിട്ട് ബന്ധമാണെന്ന് നോക്കും. അപ്പോൾ 1, 2, 3, 6, 10, 11 ഭാവങ്ങളാണെങ്കിൽ ശുഭഗ്രഹങ്ങളും ശുഭഫലങ്ങളും, അത് കഴിഞ്ഞിട്ടുള്ളവ ദോഷഫലങ്ങളും തരുമെന്ന് നമ്മൾ ഇത് തീരുമാനിക്കും. എന്ന് വെച്ചാൽ KPയിൽ എല്ലാ ഗ്രഹങ്ങളും നല്ല ഫലവും തരും, ദോഷഫലവും തരും. അത് നിൽക്കുന്ന ഭാവത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉപാധിപൻ നിൽക്കുന്ന ഭാവത്തിന്റെ ഇതനുസരിച്ചുള്ള ദോഷമായിട്ടാണോ അശുഭകരമായിട്ടുള്ള ഫലമാണോ തരുന്നതെന്ന് അത് തീരുമാനിക്കുന്നത്. ഇപ്പം നമുക്കൊരു ഒരു ഉദാഹരണത്തിന് ഒരു രാശി ഒരു പോയിന്റ് എടുക്കുന്നത് നമ്മൾ എന്ന് വെച്ചാൽ കേതുവില് അശ്വതിയില് മേടത്തില് അശ്വതി നക്ഷത്രത്തില് നിൽക്കുന്ന ഒരു ഭാവം അല്ലെ ഒരു ഗ്രഹം. അപ്പം ഒരു ഗ്രഹം നമുക്ക് അശ്വതിയിൽ നിൽക്കുന്നു വെച്ചോ. അപ്പൊ അശ്വതിയിലെ 13 ഡിഗ്രി 20 മിനിറ്റിനകത്തായിരിക്കും അശ്വതിയുടെ ഒരു ഭാവം നിൽക്കുന്നത്. ആ 13 ഡിഗ്രി 20-നകത്ത് ഏത് സ്ഥലത്താണ് അത് നിൽക്കുന്നത്? അപ്പം ആദ്യം നമ്മൾ എങ്ങനെ പറയും? മേടം രാശി, അതിന്റെ അധിപൻ മാഴ്സ്. അപ്പം അതിന്റെ റൂളിംഗ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ റൂളിംഗ് ഒന്ന് മാഴ്സായി. ഇപ്പൊ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വിനി അമ്മ കേതുവായി. അപ്പം മേടനക്ഷത്രത്തില് കുജന്റെ ആധിപത്യത്തിലുള്ള മേടനക്ഷത്രത്തില് കേതുവിന്റെ ആധിപത്യമുള്ള അശ്വതി നക്ഷത്രത്തില് മേടത്തിന്റെ രാശിയില് കുജന്റെ രാശിയില് കേതുവിന്റെ നക്ഷത്രത്തില്, പിന്നെ അടുത്ത പറയുന്ന ഉദാഹരണത്തിന് നമുക്ക് രണ്ടാമത്തെ ഉപഗ്രഹം വ്യാഴം നോക്കാം. വ്യാഴത്തിന്റെ ഉപാധിപനായിട്ട് നിൽക്കുന്നു എന്ന് പറയും. അപ്പൊ അത് ഇത് ചെയ്യുന്നത് പിന്നെ മാഴ്സ്, കേതു, വീനസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം അതൊരു ഭാവം. അപ്പൊ അത് തരുന്നതെന്ന് വെച്ചാൽ ഗ്രഹത്തിന്റെ അതിനുള്ള ചാൻസ് ആണ് ആ പ്ലാനറ്റ് തരുന്നത്. അതേ സമയത്ത് ആ ഫലങ്ങള് എന്താണ്, അത് ഫലങ്ങൾ എങ്ങനെയാണ് തരുന്നു എന്നുള്ളത്, എസ് ഓർ നോ എന്നുള്ളൊരു സാധനം അത് സ്റ്റാർ ലോഡ് തരും. അപ്പം ഈ പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ മാഴ്സുമായിട്ടുള്ള മാഴ്സ് നിൽക്കുന്ന ഭാവങ്ങളിലുള്ള ബന്ധങ്ങളായിട്ടുള്ള ഫലമായിരിക്കും അത് തരുന്നത്. 1. 2 പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫലം എങ്ങനെയുള്ളതാണ് അത് തരുന്നത് അതിന്റെ നക്ഷത്രത്തിന്റെ എന്ന് വെച്ചാൽ ആ കേതു നിൽക്കുന്ന ഭാവം ഏതാ, അതിന്റെ ഫലം, ആ ഭാവത്തിന്റെ ഫലം അത് തരും. അപ്പൊ ആ ഭാവത്തിന് തരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉപാധിപൻ നോക്കും. ഉപാധിപനാണ് തീരുമാനിക്കുന്നത് ഫൈനലായിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ചൊവ്വ നല്ലതാണോ എന്ന് ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ചൊവ്വയുടെ നക്ഷത്രമാണ്. ചൊവ്വയുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചൊവ്വ അല്ല, ആ ഗ്രഹത്തിന്റെ നക്ഷത്രമാണ്. ആ ഗ്രഹത്തിന്റെ നക്ഷത്രം ഏതാണ്? കേതുവാണ്. അപ്പൊ കേതുവിന്റെ ഉപാധിപൻ ആരാണെന്ന് നോക്കും. ആ കേതുവിന്റെ ഉപാധിപൻ ആരാണോ അവൻ ശുഭകരമായ നക്ഷത്രമാണോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അത് ഫലം തരുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേതു ആ ഗ്രഹത്തിന്റെ ഉപാധിപനായ ശുക്രൻ എവിടെ നിൽക്കുന്നോ അത് മോശമായിട്ടാണോ ഈ ചോദ്യമായിട്ട് ബന്ധമുള്ളതാണോ എന്ന് നോക്കിയിട്ട് അതിന്റെ ഫലം തരും. പിന്നുള്ളത് റൂളിംഗ് പ്ലാനറ്റ്സ്.
അപ്പം നമുക്ക് ഒരു സമയത്ത് നമുക്ക് ആ റൂളിംഗ് പ്ലാൻസ് വെച്ചാണ് നമുക്ക് ടൈമിംഗ് ഓഫ് ഈവൻസ് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ നോക്കുന്ന സമയത്തുള്ള റൂളിംഗ് പ്ലാനേഴ്സ്, അതാണ് ആ ട്രാൻസിറ്റ് പ്ലാനേഴ്സ്. അതിൽ നമ്മൾ എടുക്കുന്നത് 7 എണ്ണമാണ്. ഒന്ന് നമ്മുടെ ലഗ്നത്തിൻ്റെ സൈൻ ലോഡ്, ലഗ്നത്തിൻ്റെ നക്ഷത്ര ലോഡ്, ലഗ്നത്തിൻ്റെ ഉപാധിപൻ, അതുപോലെ ചന്ദ്രന്റെ രാശി ലോഡ്, ചന്ദ്രന്റെ നക്ഷത്ര ലോഡ്, ചന്ദ്രന്റെ സബ് ലോഡ്, പിന്നുള്ളത് ആ ദിവസത്തിന്റെ സബ് ലോഡ്. ആ ദിവസത്തിന്റെ ലോഡ് ഞായറാഴ്ചയാണെങ്കിൽ സൂര്യൻ, തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രൻ, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വ, അങ്ങനെ. അപ്പം അതാണ് റൂളിംഗ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് എടുത്ത് പറഞ്ഞത്. ഇപ്പൊ 2 ഭാവങ്ങളുടെ അതിർത്തിയാണ് നമ്മൾ കസ്പ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ. ആ ഭാവത്തിന്റെ തുടക്കത്തിന്റെ സ്ഫുടമാണ് കസ്പ്. കസ്പ് അല്ലെങ്കിൽ പാദം എന്ന് പറയും. ഉദാഹരണത്തിന് കസ്പിന്റെ അധിപൻ, കസ്പൽ സബ്ലോഡ്, ആ ഭാവാധിപന് ഒരേ അർത്ഥമാണ്. ആ ഭാവത്തിന്റെ അധിപനും കസ്പിന്റെ അധിപനും ഒരേ അർത്ഥമാണ്. ഒരു ഭാവത്തിന്റെ തുടക്കത്തിലുള്ള സ്ഫുടം വരുന്ന രാശിയുടെ ഉടമസ്ഥയുള്ള ഗ്രഹത്തിനെ ആ ഭാവത്തിന്റെ ഉടമ അല്ലെങ്കിൽ ഗ്രഹനാഥൻ എന്ന് വിളിക്കുന്നു. ജ്യോതിഷത്തിൽ ഒരു ഭാവത്തിന്റെ ഉടമ, ഗ്രഹനാഥൻ എന്നീ ഭാവങ്ങൾ അത് പരസ്പരം മാറി വരും. ഉദാഹരണത്തിന് ഗ്രഹനിലയിൽ 1-ാം ഭാവത്തിന്റെ സ്ഫുടം മേടം എന്ന് വരുന്നു എന്ന് മേടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അതിനാൽ 1-ാം ഭാവാധിപൻ ചൊവ്വയാണ്. അതുപോലെ 2-ാമത്തെയും 3-ാമത്തെയും ഭാവം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ ഭാവങ്ങളുടെ സ്ഫുടനായിട്ട് മാറും. അപ്പം സാധാരണ ജ്യോതിഷത്തിൽ ചില ജ്യോതിഷത്തിൽ 2ഉം 3ഉം ഭാവങ്ങൾ ശുക്രന്റെ ഉടമസ്ഥയിലാണെന്ന് ചിലപ്പോൾ പറയും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഒരു അസാധാരണമായിട്ടാണ് പറയുന്നത്. നമ്മൾ ചിലപ്പം ഈ കസ്പ് വെച്ച് കിടക്കുമ്പോൾ ഈക്വൽ ആവാത്തത് കൊണ്ട് ചിലപ്പോൾ മേടത്തിൽ 1-ാം ഭാവവും ഇടവത്തിൽ 2ഉം 3ഉം ഭാവങ്ങൾ വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഇത് കാണിച്ചതാണ്. 2ഉം 3ഉം ഭാവങ്ങൾ ഇടവത്തിൽ വരും. അപ്പോൾ സാധാരണ ജ്യോതിഷം നമ്മൾ 3-ാം ഭാവം എന്ന് എടുക്കുന്നത് മിഥുനത്തിന് എടുക്കും. പക്ഷെ ഇവിടെ 2ഉം 3ഉം ഭാവങ്ങൾ ഇടവത്തിൽ തന്നെ വരും. അതിനാണ് ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലത്തോട്ട് പോവുകയാണ്. സബ്ലോഡ് കണ്ടുപിടിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇപ്പം KP ജോസഫിൽ ഏറ്റവും പ്രധാനവും പെട്ടതും അതുല്യമായ ആശയമാണ് സബ്ലോഡ്. ഉപാധിപൻ ഒരു ഗ്രഹത്തിൻ്റെയോ ഭാവത്തിൻ്റെയോ സ്വാധീനത്തിന് നിർണയിക്കുന്ന അന്തിമ സാധനമാണ്, അന്തിമ ഘടകമാണ് ഈ ഉപാധിപൻ എന്ന് പറയുന്നത്. ഇപ്പം ഉപാധിപൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു KPയിൽ ഒരു ഗ്രഹം അതിൻ്റെ ഫലങ്ങൾ നൽകുന്നത് 3 പ്രധാന രീതിയിലാണ്. ഇപ്പൊ KP ജ്യോതിഷത്തിൽ മുഴുവൻ രാശിചക്രത്തെയും 3 തലങ്ങളായി ഭാവിക്കും. ഒന്ന് അതിൻ്റെ രാശി ലോഡ്, സൈൻ ലോഡ്. 2-ാമത്തെ അതിൻ്റെ നക്ഷത്രാധിപൻ സ്റ്റാർ ലോഡ്. പിന്നുള്ളത് അതിൻ്റെ ഉപാധിപൻ സബ് ലോഡ്. അപ്പം നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിക്ക് ആ ഒരു ഗ്രഹമായിരിക്കും ഭരിക്കുന്നത്. അതേ സമയത്ത് 13 ഡിഗ്രി 20 മിനിറ്റിന് ഒരു നക്ഷത്രം ഭരിക്കും. അപ്പം വേദജ്യോതിഷത്തിൽ അതിനെ നക്ഷത്ര അധിപൻ എന്ന് നമ്മൾ തന്നെ പറയുന്നത്. KPയിൽ ഈ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അല്ല, ആ ഗ്രഹത്തിന്റെ നക്ഷത്രാധിപനാണ് ഫലം തരുന്നത്. പിന്നുള്ളത് സബ്ലോഡാണ്, നക്ഷത്രത്തിലെ ഏറ്റവും ചെറിയ ഉപവിഭാഗം. അത് ഈ 13 ഡിഗ്രി ദൈർഘ്യത്തെ കേതു മുതൽ ബുധൻ വരെയുള്ള 9 ഗ്രഹങ്ങളുടെ 120 വർഷത്തെ വിംശോത്തരി ദശ കാലഘട്ടങ്ങളുടെ അനുപാതത്തിൽ ഹരിച്ചാണ് ഈ സബ് ലോഡിനെ കണക്കാക്കുന്നത്. ഇതിൽ ഈ രാശിചക്രത്തിന്റെ ചെറിയ ഭാഗങ്ങൾ സൃഷ്ടിക്കുന്നത് ഏകദേശം 40 മിനിറ്റ് മുതൽ 2 ഡിഗ്രി 13 മിനിറ്റ് വരെയുള്ള പരിധിയിലാണ് വരുന്നത്. അപ്പം അതിൽ ഇപ്പൊ പറഞ്ഞ കണക്ക് അപ്പൊ ആദ്യത്തെ ഗ്രഹം എന്ന് പറയുന്നത് ആ ഫലത്തിന്റെ ആ സോഴ്സാണ്. നമ്മുടെ റിസൾട്ട്, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ സോഴ്സാണ് അതിന്റെ പ്ലാനറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഫലം തരുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്നുള്ള തീരുമാനിക്കുന്നത് നക്ഷത്രത്തിന്റെ അധിപനാണ്. സബ്ലോഡ് എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രത്തിന്റെ അധിപൻ തരുന്ന ഫലം ഏത് രീതിയിൽ തരും, നല്ലതായിട്ട് തരുമോ ചീത്തയായിട്ട് തരുമോ എന്നുള്ളതാണ് അതിന്റെ ഉപാധിപൻ തീരുമാനിക്കുന്നത്. പിന്നുള്ളത് കസ്പൽ സബ്ലോഡ്. ഇതാണ് പ്രധാനമായിട്ടുള്ള 4 സാധനങ്ങൾ. കസ്പൽ സബ്ലോഡ്, പ്ലാനറ്റ്, സ്റ്റാർ ലോഡ്, സബ്ലോഡ്. അപ്പം ഭാവസ്ഫുടത്തിന്റെ അധിപൻ. അപ്പൊ ഒരു ഭാവസ്ഫുടത്തിന്റെ
കൃത്യമായ ഡിഗ്രിയുടെ ഉപാധിപൻ ആ ഭാവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ വാഗ്ദാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ആ സബ്ലോഡ് എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല, സബ്ലോഡ് നിൽക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രം തരുന്നത് ഏതാണെന്ന് നോക്കും. അപ്പോൾ ഒരു ജീവിത സമ്പത്തിന് കരിയർ ആവാം, വിവാഹമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാവാം. അപ്പൊ അതേ യെസ് ഓർ നോ സൂചകമാണ് സബ്ലോഡ് തരുന്നത്. ഈ സംഭവത്തെ നിഷേധിക്കുന്ന ഭാവങ്ങളായ കസ്പർ ലോഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ പരിഗണിക്കാതെ ആ കാര്യം നടക്കത്തില്ലെന്ന് പറയാം. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ നക്ഷത്ര ലോഡ് നോക്കുമ്പോൾ ഇപ്പം കല്യാണത്തിന് നോക്കുമ്പോൾ 7 അല്ല 6 വരുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ച് പറയും കല്യാണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ താമസിക്കും, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആവുമെന്ന് പറയാം. അപ്പൊ ഉപാധിപൻ അത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പം ആ 7ാം ഭാവം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഉപാധിപൻ 7ാം ഭാവം തരുന്നുണ്ടെങ്കിൽ കല്യാണം നടക്കും, പക്ഷെ അത് പിരിയാനോ ഡൈവോഴ്സ് ആവാനോ അല്ലെ സുഖകരമല്ലാത്തൊരു ജീവിതമായിരിക്കും നടക്കുകയെന്ന് പറയും. അതേസമയം തിരിച്ചാണെങ്കിലും അങ്ങനെ പറയാം. 7 നക്ഷത്രം തരയാണെങ്കിൽ കല്യാണം നടക്കും. 6 വരികയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നത് ചെറിയ, എന്നാലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നത് നമ്മളെ നക്ഷത്രമാണ്. അപ്പം ഈ സബ്ലോഡ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയല്ല. അവ KP ജോസിന്റെ കൃത്യമായ ജനനസമയം നമുക്ക് വേണ്ടി വരും. അതാണ് KPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ KPയുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ സെൻസിറ്റീവ് പോയിന്റ് അത് കറക്റ്റായിട്ട് ഇപ്പം ഈ 2 ഡിഗ്രി മാക്സിമം 2 ഡിഗ്രി 13 മിനിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വളരെ ഒരു ചിലപ്പോൾ 1 മിനിറ്റോ ചിലപ്പോൾ 50 സെക്കൻഡിലൊക്കെ പ്രസവം ഈ ജനനം മാറുകയാണെങ്കിൽ മാറിയിരിക്കും. അത് ചെയ്യാനുള്ള അത് ബർത്ത് റെക്ടിഫിക്കേഷൻ വേറൊരു പരിപാടിയുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ആ നമ്പർ പിന്നെ ഹൊറാറിയിൽ നമ്പർ എടുത്തിട്ട് അതുകൂടെ നോക്കി പറയുന്നത്. അപ്പം സ്റ്റെപ്പായിട്ട് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഒരു നക്ഷത്രത്തിൽ ഒരു ഗ്രഹത്തിന്റെ ഭാവത്തിന്റെ സ്ഫുടത്തെ സ്ഥാനം നിർണ്ണയിക്കുകയും തുടർന്ന് ആ നക്ഷത്രത്തിന്റെ 320 ഡിഗ്രിയുള്ള സമയം 9 വിഭാഗങ്ങളെ വിഭജിക്കുകയും ചെയ്യുന്നു. ഇവയുടെ ആ നീളം 9 ഗ്രഹങ്ങളുടെ ദശാവർഷങ്ങളായി യോജിക്കുന്നു. അപ്പം പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതിലെടുത്തിട്ട് പറയുന്നില്ല. ഇവിടെ അപ്പം 800 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. 13 ഡിഗ്രിയെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 ഡിഗ്രിയെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 20 എന്ന് വെച്ചാൽ 13 ഡിഗ്രി 20 മിനിറ്റ്. അപ്പം നമുക്ക് 800 മിനിറ്റ് ആയി. അപ്പം ഒരു 13 ഡിഗ്രി 20 മിനിറ്റ് ഒരു നക്ഷത്രത്തിന്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 800 മിനിറ്റ് ആണ്. 800 മിനിറ്റ് നമ്മൾ ഓരോ ഗ്രഹങ്ങൾക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഉദാഹരണത്തിന് കേതുവിന് 7 ഉണ്ട്, ശുക്രന് 20 ഉണ്ട്, സൂര്യന് 6 ഉണ്ട്, ചന്ദ്രന് 10 ഉണ്ട്, ചൊവ്വയ്ക്ക് 7 ഉണ്ട്, രാഹുവിന് 18 ഉണ്ട്, വ്യാഴത്തിന് 16 ഉണ്ട്, ശനിക്ക് 19 ഉണ്ട്, ബുധന് 17 ഉണ്ട്, മൊത്തം 120. അപ്പം ഒരു ഗ്രഹത്തിന്റെ ദശകാലഘട്ടത്തിനെ ആ നക്ഷത്രത്തിന് പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം വിംശോത്തരി ദശയുടെ 120 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് സിമ്പിൾ കാൽക്കുലേഷൻ. അപ്പം നക്ഷത്രത്തിന് 13 ഡിഗ്രി, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, 1 മിനിറ്റ് 60 സെക്കൻഡ്. അപ്പോൾ ഒരു നക്ഷത്രത്തിന് മൊത്തം വരുന്നത് 800 മിനിറ്റ്. ഒരു ഗ്രഹത്തിന്റെ ഉപാധിപന്റെ വിഭജനത്തിന്റെ നീളം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ശുക്രനെ കണ്ടുപിടിക്കണം. ശുക്രന്റെ ഉപാധിപന്റെ കാലഘട്ടം നോക്കണം. ശുക്രന് 20 വർഷമാണ് നമുക്കുള്ളത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 120 എന്ന് വെച്ചാൽ 120ന് 20 ആണെങ്കിൽ 13 ഡിഗ്രി 20 മിനിറ്റിന് എത്ര എന്നുള്ളതാണ്. അപ്പം 20 ഗുണം 800 ബൈ 120, അപ്പോൾ 133.333 മിനിറ്റ് എന്ന് കിട്ടി. അപ്പോൾ 2 ഡിഗ്രി 13 മിനിറ്റ് 20 സെക്കൻഡാണ് സബ്ലോഡിന്റെ ആ കാലഘട്ടം. സൂര്യനാണെങ്കിൽ 6ന് 800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 120 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ 40 മിനിറ്റ് കിട്ടി. 40 0 ഡിഗ്രി 40 മിനിറ്റ് സൂര്യന്റെ കാലഘട്ടം. ചന്ദ്രനാണെങ്കിൽ 10 വർഷം. 10ന് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10ന് 800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 120. അപ്പൊ 120ന് 800ന് 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20/3 എന്ന് കിട്ടി. അപ്പം 20നെ 20/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓരോന്നിന്റെ ഇത് കിട്ടും. 20/3 കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ എത്ര വർഷമാണോ അതിനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗ്രഹത്തിന്റെയും ഉപാധിപന്റെ കാലഘട്ടം കിട്ടും. അപ്പം
ഓരോന്നിനും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം കേതുവിന് 0°46' 40 സെക്കൻഡ്, ശുക്രന് 2°13' 20. അപ്പം നമ്മൾ ഈ ഒരു സാധനം 800/120 എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരുന്നാൽ 20/3 എന്ന് മാത്രം വിചാരിച്ചാൽ മതി. 20/3. അപ്പം 20/3 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മൊത്തം എത്ര മിനിറ്റ് എന്ന് കിട്ടും. അതിനെ നമ്മൾ ഡിഗ്രി സെക്കൻഡ് ആക്കിയാൽ മതി. അപ്പം ഇതാണ് നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും സബ്ലോഡിന്റെ ഡിവിഷൻ. അപ്പൊ ഇത് ഇത്രയും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 13°20' കിട്ടും. അപ്പൊ ഇതാണ് നക്ഷത്രം. അപ്പൊ ഞാൻ അതിന്റെ ചാർട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ രാശിയിലും നിൽക്കുന്ന ഉപാധിപന്മാര് നമുക്ക് അതിന്റെ ഡിഗ്രി നോക്കിയാൽ ഇവിടെ കിട്ടും കറക്റ്റായിട്ട്. അതിനാണ് ഇതാണ് 12 രാശിക്ക് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കണ്ടോ, മേടത്തില് അവസാനത്തെ ഒരു ഡിഗ്രി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭിന്നപാത നക്ഷത്രം എന്ന് പറഞ്ഞത്. അപ്പം അവിടെ കുജനാണ്. അപ്പം 20°13' 20" മുതൽ 29°13' 20" മുതൽ 30° വരെ കാർത്തികയാണ്. കാർത്തികയിൽ അതിന്റെ രാശിയിലോട് ചൊവ്വയും അതിന്റെ നക്ഷത്രലോട് കാർത്തികയുടെ നക്ഷത്രലോട് രവിയും അതിന്റെ ഉപലോട് രാഹുവായിട്ട് വരും. വെച്ചാൽ കുജൻ കഴിഞ്ഞ് രാഹുവാണ്. ഇത് മൊത്തം ഇല്ല, രാഹുവിന്റെ മൊത്തം ഭാവം ഇതിവിടെ വരുന്നില്ല. ബാക്കി എവിടെ വരും? ഇടവത്തിൽ വരും. അപ്പൊ അവിടെ വരുമ്പോൾ അതിന്റെ രാശ്യാധിപം മാറി, ശുക്രനും രവിയും രാഹുവുമായി. അതുപോലെ ഇടവത്തിന്റെ അവസാനം മകയിരം വരുന്നത്. അപ്പം ശുക്രനും കുജനും ശനിയും വന്ന്. പക്ഷെ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത ഈ ശനി ഇവിടെ ഫുള്ളായിട്ട് വരും. 27:53 മുതൽ 30° എന്ന് വെച്ചാൽ ശനിയുടെ മൊത്തം അവിടെ കിട്ടും. അടുത്ത ഭാവത്തിൽ വരുമ്പോൾ ശനി കഴിഞ്ഞ് ബുധൻ വന്നു അവിടെ ഉപാധിപൻ. അതേസമയം വ്യാഴത്തിന്റെ പുണർദത്തില് അവസാനം ചന്ദ്രനാണ്. ബുധന്റെ രാശിയില് ഗുരുവിന്റെ നക്ഷത്രത്തില് ചന്ദ്രൻ ഉപാധിപൻ. അത് ചന്ദ്രൻ മൊത്തം 40 മിനിറ്റാണ് വരുന്നത്. അവിടെ 29, 26, 20 കഴിഞ്ഞാൽ വളരെ കുറച്ചേ അവിടെ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ വരുന്നു, ചന്ദ്രൻ ഇവിടെ വരുന്നു. അതാണ് ഈ ഭിന്നപാത നക്ഷത്രം അപ്പുറവും ഇപ്പുറവും വരുന്നത്. 6 എണ്ണം വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ 12 രാശിക്ക് ഉള്ളത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ കണക്ക് നിങ്ങൾ നോക്കി മനസ്സിലായിക്കൊള്ളുമല്ലോ. നമുക്കിതിന്റെ ആവശ്യം വരുന്നില്ല, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സൂര്യൻ അശ്വതി, അത് ഞാൻ അതിന്റെ ഹിന്ദിയിലും മറ്റുള്ള ഭാഷയിൽ ഉപയോഗിക്കുന്ന പേരും കൂടെ ഞാൻ ഇവിടെ ഇട്ടിരിക്കുകയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ഈ സോഫ്റ്റ്വെയർ ഇല്ല. അപ്പോൾ അവിടെ വരുന്ന നക്ഷത്രങ്ങളുടെ പേര് നമ്മൾ ഇവിടെ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് ഇവിടെ ഇട്ടേക്കുന്നത്. നമുക്കൊരു റെഫറൻസിന് പേര് നമ്മൾക്ക് ചിലപ്പം നമ്മൾ അശ്വതി എന്ന് പറയുന്നത് അവിടെ അശ്വിനി എന്ന് പറയും, കാർത്തിക എന്ന് പറയുന്നത് കൃത്തിക എന്ന് പറയും, മകയിരം എന്ന് പറയുന്നത് മൃഗശീര എന്ന് പറയും, തിരുവാതിര എന്ന് പറയുന്നത് ആതിര എന്ന് പറയും, പുണർദം എന്ന് പറയുന്നത് പുണർവസു എന്ന് പറയും, പൂയത്തിന് പുഷ്യ എന്ന് പറയും, ആയില്യത്തിന് ആശ്ലേഷ എന്ന് പറയും, പൂരത്തിന് പൂർവ്വ ഫാൽഗുനി എന്ന് പറയും, ഉത്തരത്തിന് ഉത്തര ഫാൽഗുനി എന്ന് പറയും, അത്തത്തിന് ഹസ്ത എന്ന് പറയും, ചോതിക്ക് സ്വാതി എന്ന് പറയും, അനിഴത്തിന് അനുരാധ എന്ന് പറയും, തൃക്കേട്ടയ്ക്ക് ജ്യേഷ്ഠ എന്ന് പറയും, പൂരാടത്തിന് പൂർവ്വ ആഷാഢ എന്ന് പറയും, ഉത്തരാടത്തിന് ഉത്തര ആഷാഢ എന്ന് പറയും, തിരുവോണത്തിന് ശ്രാവണ എന്ന് പറയും, അമിട്ടത്തിന് ധനിഷ്ഠ എന്ന് പറയും, ചതയത്തിന് ശതാവിഷ്ട എന്ന് പറയും, പൂരിട്ടാതിക്ക് പൂർവ്വഭാദ്രപാത എന്ന് പറയും, ഉത്തരട്ടാതിക്ക് ഉത്തരഭദ്രപാത എന്ന് പറയും, രേവതിക്ക് രേവതി എന്ന് പറയും. അപ്പം ഈ ഒരു ഇത് നമ്മൾ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പേര് കിട്ടും. പിന്നെ ഇംഗ്ലീഷ് പേര് നമുക്ക് പരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കും അറിയാതിരിക്കാൻ വഴിയില്ല. അപ്പം ഈ ഒരു പേര് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് ഇവിടെ കൊടുത്തത്. അപ്പം അതിൻ്റെ അധിപന്മാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പേര് നമ്മൾ ആ ചാർട്ട് ഉപയോഗിക്കും. നമുക്കതൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. നമുക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ഇതൊന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. നോട്ട് തന്നിട്ടില്ല ഈ പേജ് മുതൽ. ഈ പേജിൽ നോട്ട് തന്നിട്ടുണ്ടല്ലോ. ഞാൻ ഈ 4 ക്ലാസ് 1 to 4 എന്നും പറഞ്ഞ് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. 36-ാമത്തെ പേജ് വരെ ഉള്ളു സാർ.
36-ാമത്തെ പേജ് വരെ ഉള്ളോ? സാറേ ഒരു PDF മാത്രമേ ഇട്ടുള്ളൂ. 1 to 4 എന്ന് പറഞ്ഞ് തരാന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് ഒരു PDF മാത്രമേ ഇട്ടുള്ളൂ. അത് അയ്യോ 36 പേജ് വരെ അപ്പൊ ഉള്ളൂ. ഞാൻ ഇന്ന് ഇത് മൊത്തം ഞാനങ്ങ് തരാം. ഇന്ന് ഇപ്പൊ ഇന്ന് പഠിപ്പിക്കുന്ന അടുത്ത ക്ലാസ്സും കൂടെ ഞാൻ ഇന്നങ്ങ് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഞാൻ ഒന്ന് മുതൽ മൊത്തം ഇട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. സോറി. ഓക്കെ. ഇപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഈ നക്ഷത്രത്തിനെ കണ്ടുപിടിക്കാൻ ഞാൻ 2 എക്സസൈസ് തന്നായിരുന്നു. ചെയ്തു നോക്കിയായിരുന്നോ? അത് ചെയ്തു നോക്കിയാൽ സംശയം വല്ലതും ഉണ്ടോ? കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ചില ഭാവങ്ങളുടെ ഭാവവും അതും എല്ലാം കണ്ടുപിടിക്കാൻ ഒക്കുമല്ലോ അല്ലേ? നോക്കിയിട്ടുണ്ടായിരുന്നു? അത് ചെയ്തിരുന്നു, കുഴപ്പമില്ല. കുഴപ്പമില്ല. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയുക, ധൈര്യമായിട്ട് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അത് നോക്കിക്കൊള്ളുക. അത് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് അത് വേണ്ടി വരും നമുക്ക്. ഞാൻ ഇന്ന് എന്തായാലും ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം കുറച്ചുകൂടെ, കേട്ടോ? അപ്പം ജ്യോതിഷത്തിലെ പ്രധാന നിയമങ്ങൾ, ഒന്ന് ഉപാധിപൻ, അതിന് സബ്ലോഡ് തിയറി എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ആ നട്ടല് എന്ന് പറയുന്ന സാധനം. ജ്യോതിഷത്തിന്റെ KP ജ്യോതിഷത്തിന്റെ നട്ടല് അതാണ് ഉപാധിപൻ എന്ന് പറയുന്നത്. ഒരു നക്ഷത്രം 9 വിഭജിക്കുന്ന ഇതിനാണ് സബ്ലോഡ് എന്ന് പറയുന്നത്. ഒരു ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിന്റെ നാഥനേക്കാൾ ആ ഗ്രഹം നിൽക്കുന്ന സബ്ലോഡിനാണ് ഫലപ്രവചനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രാധിപൻ സൂചിക്കുന്ന ഫലം തരും. എന്നാൽ ആ ഫലം ശുഭമാണോ അശുഭമാണോ എന്ന് തീരുമാനിക്കുന്നത് ഉപാധിപനാണ്. ഫലം തരുന്നത് നക്ഷത്രാധിപനാണെങ്കിലും ആ ഫലം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഉപാധിപൻ. എന്ന് വെച്ചാൽ ആ ഉപാധിപൻ എന്ത് പറയും? ഈ ഗ്രഹം നല്ല പിന്നെ അശുഭനാണോ ശുഭനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഉപനാഥൻ നിൽക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 1, 2, 3, 6, 10, 11 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹം ശുഭനെന്നും, പിന്നെ 4, 5, 7, 8, 9, 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അത് അശുഭനെന്നും പറയും. അപ്പം പ്ലാസിഡ സിസ്റ്റം രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് ആദ്യം നമ്മൾ ഫലം പറയുമ്പോൾ ഫലം എസ് ഓർ നോ നോക്കുന്നത് എങ്ങനെയാ? നമ്മൾ ആദ്യം ഒരു കസ്പ് എടുക്കുക. ഇത് ഇവിടെ ഒരു 1, 2 ഇത് കാണാനല്ലേ അല്ലേ? ഇത് കാണാക്കുന്നുണ്ടോ? ഹലോ, നോട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്നുവെച്ചാൽ ഞാൻ പ്രിന്റ് ഔട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പം ഒരു ഗ്രഹം ഒരു ചോദ്യത്തിന് പ്രയോജനമായ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ, ഒന്നാമത്തെ നിയമമാണ്, ഒരു ഗ്രഹം ഒരു ചോദ്യത്തിന് പ്രയോജനമായ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിൽ, എന്നാൽ ആ ഉപാധിപൻ ചോദ്യത്തിന് വിരുദ്ധമായ ഭാവങ്ങളെ സൂചിക്കുന്നുവെങ്കിൽ ആ കാര്യം നടക്കാതെ പോകും എന്ന് പറയാം. ഉദാഹരണം, ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് അവിടെ 26 ഡിഗ്രിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പൊ ശുക്രൻ നിൽക്കുന്നത് 26 ഡിഗ്രി ആകുമ്പോൾ ശുക്രന്റെ നക്ഷത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ശുക്രന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശുക്രൻ ഏതൊക്കെ ഭാവങ്ങളുടെ പരി തരും? അത് നിൽക്കുന്ന ഫലം എന്ന് വെച്ചാൽ ഇത് 9-ാം ഭാവവും നിൽക്കുന്നത് അതിൻ്റെ ഉടമസ്ഥയിലുള്ള 4ഉം 11ഉം തരും. അപ്പം 4ഉം 11ഉം തരും. അപ്പം 4ഉം 11ഉം 9ഉം തരുമെങ്കിൽ നമുക്ക് 4ഉം 11ഉം 9, 6ഉം 11ഉം 9ഉം തരും. അപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇയാളുടെ ഉപരിപഠനം എങ്ങനെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഉപരിപഠനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 9-ാം ഭാവമാണ് നോക്കുന്നത്. അപ്പോൾ 9-ാം ഭാവമാണ് നമ്മൾ ഹയർ സ്റ്റഡീസിന് നോക്കുന്നത്. അപ്പോൾ ഹയർ സ്റ്റഡീസിൽ ഇപ്പോൾ ശുക്രനാണ് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ അധിപൻ. അപ്പം ശുക്രൻ നക്ഷത്രത്തിന്റെ അധിപനാകുമ്പോൾ ശുക്രന്റെ രാശിയിൽ നിൽക്കുകയാണ് 9 തരേണ്ടത്. അപ്പം 6 പഠിക്കുന്ന കാര്യത്തിൽ നോക്കുമ്പോൾ 6 കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും
11ഉം 9ഉം വരുമ്പോൾ നമുക്ക് പറയാം ശുക്രൻ നല്ല ഫലം തരും എന്ന് പറയാം. അതേ സമയത്ത് ശുക്രൻ 26 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഉപാധിപൻ എന്ന് പറയുന്നത് കേതുവാണ്. കേതു നിൽക്കുന്ന എവിടെയാണ് നോക്കി? 8ലാണ്. 6, 7, 8ലാണ് കേതു നിൽക്കുന്നത്. അപ്പം കേതു 8 നിൽക്കുന്നതുകൊണ്ട് ഈ നക്ഷത്രം നല്ല ഫലം തരുമെങ്കിലും ഫൈനലായിട്ട് പറയുന്നത് കേതുവാണ്. കേതു പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, ചിലപ്പോൾ അതിനകത്ത് പരാജയപ്പെടാനോ അല്ലെങ്കിൽ അത് ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉടക്കുണ്ടാകും എന്ന് നമ്മളത് പറയണം. അപ്പം ഇത് മാത്രം പോരാ, കേതു തരുന്ന, അപ്പം അതിൻ്റെ ഉപാധിപൻ തരുന്ന ആ റിസൾട്ട് അത് 8ാം ഭാവത്തിനെയാണ്. 8ാം ഭാവം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളുണ്ട്, നഷ്ടങ്ങളുണ്ട്. അപ്പം അവിടെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ഒടുവിൽ പരാജയപ്പെടുമെന്ന് പറയാം. പഠിക്കാനുള്ള യോഗമുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള യോഗം കൊടുക്കുന്നത് അതിൻ്റെ ഉപാധിപനാണ്. അടുത്തത്, ഒരു ഗ്രഹം ചോദ്യത്തിന് പ്രയോജനകരമല്ലാത്ത ഒരു നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിൽ, എന്നാൽ ഉപാധിപൻ ചോദ്യത്തിന് പ്രയോജനകമായ സൂചിപ്പിക്കുന്നത് ചില തടസ്സങ്ങൾക്ക് ശേഷം നമുക്ക് കാര്യം സാധിക്കുമെന്ന് പറയാം. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തു പറ്റി? സാധനം ആ ഒരു ഫലം തരും, പക്ഷെ അതിൻ്റെ ഉപാധിപൻ മോശമായ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് പഠിക്കാം, പക്ഷെ അത് അവസാനം അത് നമുക്ക് ഒടുവിൽ പരാജയപ്പെടുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. നക്ഷത്രം പ്രയോജനകരമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നു, പക്ഷെ ഉപാധിപൻ തരുന്നത് നല്ല ഫലങ്ങളാണെങ്കിൽ അപ്പം ചില തടസ്സങ്ങൾക്ക് ശേഷം നടക്കുമെന്ന് പറയാം. അപ്പം ഇവിടെ ലഗ്നം എന്ന് പറയുന്ന വൃശ്ചികമാണ്. ലഗ്നം 2ാം ഭാവത്തിൽ ധനുരാശിയിൽ പൂരാട നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് രാഹു. അപ്പൊ രാഹു ആണ് ഇതിൻ്റെ ആ നക്ഷത്രം. രാഹു നിൽക്കുന്ന പൂരാട ശുക്രനാണ്. രാഹു നിൽക്കുന്നത് ശുക്രനാണ്. അപ്പൊ ശുക്രൻ നോക്കുമ്പോൾ 26 ഡിഗ്രിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പം ശുക്രൻ 26 നിൽക്കുമ്പോൾ അത് ശുക്രന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നു. അപ്പം വരുന്ന ഫലങ്ങൾ ഏതാണ്? 10, 7, 12. 10, 7, 12 ഫലങ്ങൾ തരുന്നു. അപ്പം ഇത് നമുക്ക് അപ്പൊ രാഹുവിനുള്ളൊരു പ്രശ്നം എന്തിനാണ്? രാഹു 2ാം ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാഹു ഇടവത്തിൽ അല്ല, രാഹു ധനുവിൽ നിൽക്കുമ്പോൾ രാഹു തരുന്ന ഫലം വേറെ കൂടെ നക്ഷത്രമില്ല, വേറെ ആരും നോക്കുന്നില്ല. അപ്പൊ അത് ആ രാശിയുടെ അധിപന്റെ ഫലം തരും. രാശിയുടെ അധിപന്റെ ഫലം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ചോദ്യം ഒരു കുഞ്ഞിന്റെ ജനനമാണ്, ചൈൽഡ് ബർത്തിന്റെ ചോദ്യമാണ്. അപ്പൊ നോക്കുന്നത് 7ഉം 10ഉം 12ഉം ഭാവങ്ങളാണ് തരുന്നത്. അതിനകത്ത് ഇപ്പം 7ഉം 10ഉം 12ഉം മോശമായ പ്രശ്നങ്ങളാണ്, എന്നാൽ 7 തരുന്നുണ്ട്, ചെറിയൊരു പോസിറ്റീവ് അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ പോലും രാഹുവിന്റെ നക്ഷത്രം തരുന്ന 9ലാണ്. വേറെന്നുള്ളത് ഈ വ്യാഴം നിൽക്കുന്ന 5ആണ്. 5ന്റെ ഈ രാഹു തരുന്നത് രാഹുവിന്റെ രാശിയുടെ ലോഡാണ്. രാശി ലോഡെന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴം 2ന്റെയും 5ന്റെയും ഭാവാധിപനാണ്. അപ്പം രാഹുവിന്റെ 20 ഡിഗ്രിയിൽ വരുമ്പോൾ രാഹുവിന്റെ ഉപാധിപൻ രാഹു തന്നെയായിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ അത് കാണിച്ചു തരാം. ധനുവിൽ 20 ഡിഗ്രി, ധനുവില് 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെയാണ് രാഹു നിൽക്കുന്നത്. അപ്പൊ രാഹുവിന്റെ ഉപാധിപൻ രാഹു തന്നെയാണ്. ശുക്രനാണ് അതിന്റെ നക്ഷത്രാധിപൻ. അപ്പൊ നക്ഷത്രാധിപൻ മോശഫലം തരുന്നുവെങ്കിലും രാഹു തരുന്നത് ഏതൊക്കെയാ? രാഹു തരുന്നത് 2ഉം വ്യാഴത്തിന്റെ ഭാവങ്ങൾ 2ഉം 5ഉം തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നക്ഷത്രം മോശഫലം തരുന്നെങ്കിലും രാഹുവിന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട്, രാഹുവിന്റെ സബ്ലോഡിൽ നിൽക്കുന്നതുകൊണ്ട് വ്യാഴത്തിന്റെ ഫലം തരും. വ്യാഴം 5ഉം 2ഉം തരും. അപ്പം 2ഉം 5ഉം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ജന്മമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് താമസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ വല്ല പൂജയോ അല്ലെങ്കിൽ വല്ല ട്രീറ്റ്മെന്റോ, ഇവിടെ ട്രീറ്റ്മെന്റ് ഒന്നും 12 കാണിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഒന്നും കാണിക്കുന്നില്ല. കുറച്ച് താമസങ്ങൾക്ക് കുറച്ച് പൂജയോ എന്തെങ്കിലും കൊണ്ട് കുറച്ച് കഷ്ടപ്പാടുകൾക്ക് ശേഷം കുട്ടി നമുക്ക് ജനിക്കുമെന്ന് പറയാം. അപ്പൊ ഇതാണ് ആ 2 വ്യത്യാസങ്ങൾ.
സാറേ, ഒരു ശുക്രമോശം ഫലം തരുമെന്ന് പറയുന്നത് 7ഉം 10ഉം 12ഉം ഭാവങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണോ? പത്തെന്ന് പറഞ്ഞാല് 11ന്റെ 12ആണ്. 11 നമ്മുടെ ഡിസയർ ഫുൾഫിൽമെന്റ്. അപ്പം ഒരു കുഞ്ഞിന്റെ ജനത്തിന് നമുക്ക് വേണ്ടത് 5ഉം 11ഉം 2ഉമാണ്. 5 പറഞ്ഞാൽ സന്താനഭാവവും, 2 പറഞ്ഞാൽ പിന്നെ കുടുംബഭാവവും, 11 പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തിന്റെ സഫലീകരണം, അല്ലെങ്കിൽ 7ന്റെ 5. 7 പറഞ്ഞാൽ കല്യാണത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നതാണ് കുഞ്ഞെന്ന് പറയുന്നത്. 7ന്റെ 5ആണ്. മനസ്സിലായ? അപ്പം 7ന്റെ പൂർവ്വ പുണ്യ ഫലമാണ് 11 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ സഫലീകരണം എന്ന് പറയാം. 5ന്റെ ഇതെന്ന് പറയും. അപ്പോൾ അതാണ് 11 നമ്മുടെ ഫുൾഫിൽമെന്റ് ഓഫ് ഡിസയർ. അപ്പം 11 ഭാവം തരണം. അപ്പൊ 11ന്റെ 12ആണ് ഇവിടെ ശുക്രൻ തന്നിരിക്കുന്നത്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ 7 നല്ല ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എന്ന് വെച്ചാൽ 5ന്റെ 3ആണ്. 5ന്റെ 3ആം ഭാവം എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ കല്യാണത്തിന്റെ ഭാവമാണ്, 5ന്റെ 3ആം ഭാവമാണ്. അപ്പൊ അത് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഒരു ചെറിയ ഇത് തരുന്നെങ്കിലും തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അതേ സമയത്ത് ഇത് സർപ്പനാണെങ്കിൽ പോലും, അതിന്റെ നക്ഷത്രത്തിലോട് സർപ്പനാണെങ്കിൽ പോലും, സർപ്പൻ തരുന്ന ഫലം സർപ്പൻ നിൽക്കുന്ന രാശിയുടെ ഫലമാണ് തരുന്നത്. വേറൊരു ഇത് തരുന്നില്ല. അപ്പം ഈ ശുക്രന്റെ ഫലത്തിന്റെ കൂടെ തരുന്നത് ഈ സർപ്പന്റെ രാശിയുടെ ഫലങ്ങൾ എന്ന് വെച്ചാൽ 2ാം ഭാവത്തിന്റെയും 7ാം ഭാവത്തിന്റെയും അധിപൻ അത് വ്യാഴമാണ്. അപ്പം വ്യാഴം ഇവിടെ വേറെ എവിടെ നിന്ന് കാണിച്ചിട്ടില്ല, ഒരു സാമ്പിൾ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം 2ഉം 5ഉം തരുന്നത് കൊണ്ട് ചെറിയ തടസ്സങ്ങൾക്കും ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം കുറച്ച് താമസിച്ചൊരു കുട്ടി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. അടുത്തതെന്ന് വെച്ചാൽ സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഇപ്പൊ നേരത്തെ ഇതില് ഇപ്പൊ രാഹുവിന്റെ ഉപാധിപൻ രാഹു തന്നെയാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ അത് നോക്കാനായിട്ട് രാഹു നിൽക്കുന്ന രാശിയുടെ നമ്മൾ നോക്കി. അപ്പൊ അത് വ്യാഴമാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്യാഴത്തിന്റെ ഫലങ്ങൾ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ രാഹുവിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു പിന്നെ മോശഫലത്തിൽ നിൽക്കുന്ന ഒരു പിന്നെ ഈ നിൽക്കുന്ന ഒരു യോഗം ചെയ്യിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു 8ന്റെയോ അല്ലെങ്കിൽ പിന്നെ 4ന്റെയോ ഭാവത്തിന്റെ അല്ലെങ്കിൽ ലഗ്നത്തിന്റെയോ ഭാവം അവിടെ നിൽക്കുകയായിരുന്നുവെങ്കിൽ, അതിന്റെ കൂടെ നിൽക്കുകയായിരുന്നു, നമ്മൾ അതെടുക്കുമായിരുന്നു. മനസ്സിലായ? അതിന്റെ കൂടെ അത് നിൽക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ 6ാം ഭാവാധിപൻ അല്ലെങ്കിൽ 8ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ, സർപ്പന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ, 3 ഡിഗ്രിക്കകത്ത് എന്ന് വെച്ചാൽ 17നും 23 ഡിഗ്രിക്കകത്ത് അവിടെ ഒരു ബുധൻ നിന്നിരുന്നെങ്കിൽ നമ്മൾ ഈ വ്യാഴം പറയത്തില്ല. ബുധൻ എവിടെ നിൽക്കുന്നു നോക്കും. അപ്പൊ ബുധൻ 8ലാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബുധൻ 5ലാണെങ്കിൽ നല്ല ഫലം തരും. 8ലാണ് നിൽക്കുന്നതെങ്കിൽ മോശമല്ല, ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയാം. നമുക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയാം. തടസ്സങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയാം. 11ലാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് പറയാം നല്ല ഫലമാണ്. 11 അല്ലെങ്കിൽ 5ലോ 11ലോ 2ലോ നിൽക്കുകയായിരുന്നു, അവിടെ തന്നെ ബുധൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരു ഇത് പറയാം നമുക്ക്. ഇവിടെ സർ രാഹുവിന് സ്വന്തമായിട്ട് രാശി ഇല്ലാത്തതുകൊണ്ടാണോ നമ്മള്? അതെ, രാഹുവിന് രാശിയില്ല. അപ്പൊ രാഹു തരുന്നത് ഒന്നുകിൽ കൂടെ നിൽക്കുന്ന നക്ഷത്രം, കൂടെ നിൽക്കുന്ന ഫലം തരും, അല്ലെങ്കിൽ അതിനെ നോക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം തരും, അല്ലെങ്കിൽ അതിന്റെ നക്ഷത്രത്തിന്റെ ഫലം തരും, അല്ലെങ്കിൽ അതിന്റെ രാശി കൊടുത്തിരിക്കുന്ന ഗ്രഹത്തിന്റെ ഫലം തരും. അങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ. കൂടുതൽ രാഹുവിനും കേതുവിനും നമ്മൾ എടുക്കുന്ന കൂടുതലും ഒറ്റയടിക്ക് എടുക്കുന്നത് ആ രാഹു നിൽക്കുന്ന ഏതാണ് നോക്കും. രാഹു നിൽക്കുന്ന അതിന്റെ ഫലങ്ങളായിരിക്കും ആദ്യം തരുന്നതെന്ന് പറയും. ഈ രാഹുവിന്റെ ഉപാധിപൻ രാഹു തന്നെയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് രാഹുവിന്റെ ഉപാധിപൻ രാഹു അല്ല വേറെ ആയിരുന്നുവെങ്കിൽ നമ്മളിത് പറയത്തില്ലായിരുന്നു. അതാണ് ചോദിച്ചത്. മനസ്സിലായോ? രാഹുവിന്റെ ഉപാധിപൻ രാഹു ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നക്ഷത്രം അതിന്റെ ഭാവം എടുത്തത്. രാഹുവിന്റെ ഉപാധിപൻ ശുക്രനായിരുന്നു, നമ്മൾ വീണ്ടും അവിടെ പോയനാ, ഈ ഫലങ്ങൾ എടുത്ത് പോയനാ. അപ്പൊ നമ്മൾ രാഹു നിൽക്കുന്ന രാശിയുടെ ഫലങ്ങളും അല്ല, രാഹു നിൽക്കുന്ന രാഹു ആയതുകൊണ്ടാണ് അതിന്റെ പിന്നെ ബന്ധപ്പെട്ട രാശിയുടെ അധിപനെടുത്തത്. അപ്പൊ രാഹു നിൽക്കുന്നത് വേറൊരു സ്ഥലമായിരുന്നുവെങ്കിൽ വേറൊരു ആ ഗ്രഹത്തിന്റെ ഭാവം ഏതെന്ന് നോക്കുമായിരുന്നു നമ്മള്.
ഓക്കെ. ഇത് ഇപ്പം ഒന്നുകിൽ ഇത് രാഹുവിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇത് വ്യാഴത്തിൽ നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തന്നെ. രാഹു വ്യാഴത്തിൻ്റെയും പിന്നെ വ്യാഴത്തിൻ്റെ ഇതിലാണ്, അല്ലെങ്കിൽ രാഹുവിൻ്റെ പിന്നെ രാശിയുടെ അധിപൻ വ്യാഴമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പോയിന്റ് എടുത്തത്. ഉപാധിപൻ വേറൊരു ഗ്രഹമാണെങ്കിൽ ആ ഗ്രഹം എവിടെയാണോ നിൽക്കുന്നത് അത് ആ ഭാവം എടുക്കും. ഇതിപ്പം നമ്മൾ രാഹു തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ രാഹുവിന്റെ ഉപാധിപൻ വ്യാഴമാണെന്ന് വിചാരിച്ചോ. രാഹുവിന്റെ ഇപ്പൊ ഒരു ഡിഗ്രി അങ്ങോട്ട് മാറുമ്പോൾ അത് വ്യാഴമായി, ഇല്ലേ? ഒരു ഡിഗ്രി മാറുമ്പോൾ അത് വ്യാഴമായി, രാഹു കഴിഞ്ഞ് വ്യാഴമായി. അപ്പൊ വ്യാഴത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ സെയിം റിസൾട്ട് പറയാം. എന്ന് വെച്ചാൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നില്ല, എന്നാലും വ്യാഴം നല്ല പോയിന്റിലാണ് നിൽക്കുന്നത് വിചാരിച്ചുള്ളൂ. അപ്പം വ്യാഴത്തിന്റെ 2ന്റെ 5ന്റെ ഭാവത്തിന്റെ ഫലം തരുമെന്ന് നമുക്ക് പറയാം. അതേസമയത്ത് ശുക്രനാണ് ഇവിടെ നിന്നത്, വീണ്ടും നമ്മൾ ഇവിടെ ശുക്രന്റെ ഫലം പറയേണ്ടി വരും. വീണ്ടും ശുക്രൻ അശുഭകര സ്ഥാനത്താണ് നിൽക്കുന്നത്, 5ഉമായിട്ട് കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ താമസം ഉണ്ടായാലും കുട്ടികൾ ഉണ്ടാവത്തില്ല എന്ന് പറയേണ്ടി വരും നമുക്ക്. അപ്പൊ ഇത് വ്യാഴം 2ഉം 5ഉം കൂടെ കണക്ട് ആയതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥാനം പറയുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറയൂ. ഇവിടെ ഗ്രഹത്തിനെ നമ്മൾ ചോദ്യമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? നമ്മളിപ്പോ അല്ല, അത് ഞാനത് കാണിച്ചിരാം. ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ. ഇവിടെ ഇതിന്റെ നക്ഷത്രവാദി നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഞാൻ ഒരു കല്യാണത്തിന്റെ ഭാവം നോക്കിയാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ വെച്ചാൽ 7ആണ്. 7 പറഞ്ഞാൽ 2-13 എവിടെയാണെന്ന് നോക്കിയേ. സാജിറ്റേറിയസിൽ 2-13 അപ്പോ അതിന്റെ ഉപാധിപനെ നമ്മൾ എടുക്കണം. നമ്മൾ ഉപാധിപനെ എവിടെ നിന്ന് എടുക്കും? ധനുവിൽ പോയിട്ട് അത് എത്ര ഡിഗ്രി ആയിരുന്നു? 2-13. അപ്പൊ ധനുവില് 2-13 എവിടെ വരും നോക്കിയേ. 2-13ന്റെ ഉപാധിപൻ ശുക്രനാണ്. കണ്ടോ? ശുക്രനാണ്. അപ്പൊ ശുക്രനാവുമ്പോ അപ്പൊ 2-13 ശുക്രനാണ്. അപ്പൊ ശുക്രൻ എവിടെ നിൽക്കുന്നത് നോക്കിയേ. ശുക്രൻ നിൽക്കുന്നത് 27-8 കുംഭത്തിലാണ്. 27-8 എന്ന് പറയുമ്പോ അതിന്റെ നക്ഷത്രം വ്യാഴമായി, അല്ലേ? 20 മുതൽ വ്യാഴത്തിന്റെ നക്ഷത്രമാണ്, പൂരിട്ടാതിയാണ്. അപ്പൊ വ്യാഴം എവിടെ നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നത് 1 1-ല്. വ്യാഴത്തിന്റെ ആധിപത്യം വരുന്ന എവിടെയാണ്? 1, 7, 8. 1ഉം 7ഉം 8ഉം വരുന്നു. അപ്പോ അവിടെ 1 വരുന്നുണ്ട്. 1 എന്ന് പറഞ്ഞാൽ 2ന്റെ 12 അല്ലേ? പിന്നെ 7 വരുന്നു. 7 വരുന്ന വെച്ചാല് വരുന്നില്ല. അവിടെ ഭാവം ഇല്ല. അതാണ് ഇവിടുത്തെ ആ KPയുടെ പ്രശ്നം. അതാണ് നമ്മൾ മീന രാശിയിൽ ഒരു ഭാവം ഇല്ല, ഒരു ഗ്രഹങ്ങളും ഇല്ല. അപ്പൊ നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. മീന രാശിയെ നമ്മൾ അതിന് വ്യാഴം റെപ്രസെന്റ് ചെയ്യുന്നുവെങ്കിലും വ്യാഴം ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ 10ാം ഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 015 എന്ന 11ാം ഭാവം ആ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ വ്യാഴം അവിടെ ഉണ്ടെന്ന് പറഞ്ഞേനെ. മനസ്സിലായ? അപ്പം വ്യാഴം ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ നിൽക്കുന്ന സ്ഥലം. അപ്പൊ വ്യാഴം നിൽക്കുന്നത് 1ാം ഭാവത്തിൽ 8 ഡിഗ്രിക്ക് അകത്താണ്. 2ാം ഭാവം 28ആണ്, 20ആണ്. അപ്പം 1ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പൊ 1ാം ഭാവത്തിന്റെ ഫലം ആദ്യം തരും. പിന്നെ 7 ഇവിടെ രണ്ട് ഭാവങ്ങൾ ഇവിടെ വരുന്നുണ്ട്, 7ഉം 8ഉം. അപ്പൊ 7ന്റെ 8ന്റെയും ഫലം തരും. അപ്പം 1, 7, 8 ഫലം തന്നു. അപ്പം കല്യാണത്തിന് നമുക്ക് ആവശ്യമുള്ളത് 7ഉണ്ട്. ഇപ്പൊ 7 തരുന്നുണ്ട്. 1 അതിന്റെ ഒരു നെഗറ്റീവ് അതാണ്. 1 വെച്ചാൽ 2ന്റെ 12. 2 വെച്ചാൽ കുടുംബമാണ്. അപ്പൊ കുടുംബത്തിൽ അഡിഷൻ വരെയാണ്. അപ്പൊ കുടുംബത്തിൽ അഡിഷൻ വരുന്നതിന് അതിന്റെ 12ാം ഭാവം വരുമ്പോൾ അഡിഷൻ വരെയാണെങ്കിലും ഒന്നുകിൽ വീട്ടുകാർക്കൊരു എതിർപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടി വീടുമായിട്ട് ചേർന്ന് പോകുന്ന ആളായിരിക്കത്തില്ല വരുന്ന ആള്, ആണായാലും പെണ്ണായാലും. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലെടുക്കും. 8 എന്ന് പറഞ്ഞാൽ 7ന്റെ 2ആണ്. 7ന്റെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്പൗസിന്റെ കുടുംബമാണ്.
പിന്നെ അവിടെ സ്പൗസിന്റെ കുടുംബം രണ്ടാം ഭാവം ആകുമ്പോൾ സ്പൗസിന്റെ രണ്ടാം ഭാവം ആകുമ്പോൾ അതിന് സ്പൗസിന്റെ ധനഭാവമായി ഇല്ലേ? അപ്പം നല്ല സ്ഥലത്തു നിന്നുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം നമുക്ക് ഒരു സാമ്പത്തിക ഫലം നമുക്ക് ഉണ്ടാവുമെന്ന് പറയാം. രണ്ടാമത്തെ 8ആണ്. ഒന്നിനെ വെച്ച് നോക്കുമ്പോൾ ലഗ്നത്തിന് ജാതകനെ വെച്ച് നോക്കുമ്പോൾ 8ആണ്. 8 പറയുമ്പോഴത്തേക്ക് പെൺകുട്ടി ഒരു എന്താണ് നമ്മൾ ഈ ഒരു ചൊറിച്ചിൽ സ്വഭാവം ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള കക്ഷിയായിരിക്കാം. പലയിടത്തും കോപ്പറേറ്റ് ആവാതെ ഉടക്കും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവുന്ന കക്ഷിയായിരിക്കാം. പക്ഷെ അതേ സമയത്ത് ഒരു നല്ല സമ്പാദ്യമുള്ള സ്ഥലത്ത് ആ ഒരു ഗുണം ജാതകന് കിട്ടുമെന്ന് പറയാം. ജാതകന്റെ 7ാം ഭാവം കൊണ്ട് കിട്ടുമെന്ന് പറയാം. മനസ്സിലായോ? അപ്പം കല്യാണം നടക്കും, പക്ഷെ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ വീടുമായിട്ട് ചേർന്ന് പോകില്ല, എന്ന് വെച്ചാൽ കുടുംബമായിട്ട് ചേർന്ന് പോകില്ല. 8ാം ഭാവമാകുമ്പോൾ ധനപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടെങ്കിലും അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും. ചിലപ്പം സംസാരം ശരിയാവണമെന്നില്ല. 8ാം ഭാവമായി. അപ്പം ആ കുട്ടിയുടെ സംസാരം ശരിയാവണമെന്നില്ല അല്ലേ? കുട്ടിയുടെ 2ആണ്, സ്പൗസിന്റെ 2ആണ്. സ്പൗസിന്റെ 2ആണെങ്കിൽ സംസാരം ശരിയാവണമെന്നില്ല. അങ്ങനെ ധനമുണ്ട്, പക്ഷെ സംസാരം ശരിയാവണമെന്നില്ല എന്ന് പറയാം. 8ാം ഭാവം ആയതുകൊണ്ട്. മറ്റുള്ളിടത്തൊക്കെ സ്വയം കാര്യം നോക്കുമ്പോൾ നല്ല സംസാരമായിരിക്കും, പക്ഷെ 8ാം ഭാവം ആയതുകൊണ്ട് ജാതകനെ വെച്ച് നോക്കുമ്പോൾ സംസാരം മോശമായിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് എന്താണ്? വിവാഹത്തിന് ഇപ്പൊ ചോദിച്ച ചോദ്യം, വിവാഹത്തെ എങ്ങനെ നോക്കുന്നു? അപ്പൊ 7ാം ഭാവം എടുത്തു. അപ്പൊ 7ാം ഭാവത്തിന്റെ സബ്ലോഡ് നമ്മൾ നോക്കിയപ്പോൾ ശുക്രനാണ്, അല്ല ഗുരുവാണ്. ഗുരു എവിടെ നിൽക്കുന്നു എന്ന് നോക്കി. ഗുരു എവിടെ നിൽക്കുന്നു? അവിടെ ഇപ്പൊ ഗുരു എന്നുള്ള അല്ല, ഗ്രഹം ഗുരു അല്ല, ശുക്രൻ അല്ല. 7ന്റെ പിന്നെ സബ്ലോഡ് ശുക്രനായിരുന്നു. അപ്പൊ ശുക്രൻ എവിടെ നിൽക്കുന്നു? ശുക്രന്റെ നക്ഷത്രം എന്ന് വെച്ചാൽ ഇപ്പൊ സബ്ലോഡിന്റെ നക്ഷത്രം ഗുരുവാണ് അല്ലേ? സബ്ലോഡിന്റെ നക്ഷത്രം ഗുരുവാണ്. അപ്പൊ ഗുരു എവിടെ നിൽക്കുന്നു? ഗുരു 1ൽ നിൽക്കുന്നു. 1ഉം 7ന്റെ 8ന്റെ അധിപൻ. അപ്പം അവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നു. അതേ സമയത്ത് വേറൊന്നുകൂടെ ഉണ്ട്. ഈ 8 ഇവിടെ ഇല്ലാതെ 8 ഇപ്പുറത്തും പോയി 11 ഇപ്പുറത്തും വരാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ. 11 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ നല്ല ഭാവമായി. അപ്പൊ നല്ല രീതിയിലുള്ളൊരു കല്യാണം നടക്കുമെന്ന് പറയാം. പക്ഷെ ഇവിടെ 2 ഇവിടെ ഈ 1ൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കുടുംബമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളല്ല, അല്ലെങ്കിൽ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന നമ്മളെ ഈ ചെറുക്കന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പെണ്ണിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന സ്പൗസ് ആയിരിക്കത്തില്ല നമുക്ക് പറയാം. ഇത് ഓരോ ഭാവങ്ങളുടെയും കാരകത്വം നിർബന്ധമാണ് നമുക്ക്. ഭാവങ്ങളുടെ കാരകത്വം, അതാണ് KP ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം. ഭാവങ്ങളുടെ കാരകത്വം വളരെ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ രാശിയുടെ കാരകത്വവും ഗ്രഹങ്ങളുടെ കാരകത്വം നമ്മൾ അത്രയും തറവാക്കണ്ട. പക്ഷെ ഇത് നമ്മളിപ്പോൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റെഫർ ചെയ്ത് പോകും. ഞാൻ അതിനുള്ള ഡീറ്റെയിൽ ഞാൻ ഇതിൽ തന്നോളാം, പല കാര്യങ്ങളും. നോട്ടുണ്ടാവോ സാറേ? ഞാൻ കംപ്ലീറ്റ് നോട്ട് തരും. തരാത്തൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ലൈവായിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഇപ്പോൾ ലൈവായിട്ട് ഒരു ചാർട്ട് എടുത്ത് തരാണെന്ന് വെച്ചോ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അത് നിങ്ങൾ വീഡിയോ നോക്കി ഒന്ന് പഠിച്ചോളണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം പല ഭാവങ്ങളുടെയും വിശകലനം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നോട്ടായിട്ട് തന്നെ തരും. അത് വെച്ചിട്ട് നിങ്ങൾ മറ്റേ വീഡിയോ ഈ ലൈവായിട്ട് തരുന്ന എക്സാമ്പിളുകൾക്ക് പിന്നെ ഞാനിത് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കഴിയുന്നത് ഞാൻ ഓരോ സമയത്തും നേരത്തെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതുപോലെ തരാം. ചില സമയങ്ങളിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അപ്പോഴും ചെയ്യുന്ന കാര്യത്തിന് അത് പറയും. കഴിയുന്നതും ഉള്ള എല്ലാത്തിൻ്റെയും നോട്ട്സ് ആയിട്ട് ഞാൻ തരാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എല്ലായിടത്തും ഞാൻ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഓരോ ഭാവങ്ങളുടെ ഫലം നോക്കും. അപ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കും, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ ചോദ്യം തരാൻ പറയുക. നിങ്ങൾ പേഴ്സണലായിട്ട്, ഗ്രൂപ്പിലല്ല, പേഴ്സണലായിട്ട് ഞാൻ അന്ന് ഒരു ഫസ്റ്റ് സ്റ്റേജ് ബേസിക് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ ഓരോന്നും ഞാനത് ഇതുപോലെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ? ഇത് അപ്പൊ ഈ 3 എക്സാമ്പിൾ കഴിഞ്ഞില്ലേ? ഇല്ല, ഇല്ല അത് കഴിഞ്ഞു. ഇതോടെ തീർത്തിട്ട് നമുക്ക് നിർത്താം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന്റെ നക്ഷത്രാധിപൻ ഉപാധിപനും പ്രയോജനകരമാണ്. അപ്പം പൂർണ്ണമായിട്ട് ഫലം തരും എന്നുള്ളതാണ്. അപ്പം തുലാം രാശിയിൽ ചോതി നക്ഷത്രത്തിലാണ് സൂര്യൻ ഇത് ചെയ്യുന്നത്. സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ്? 2ാം ഭാവത്തിൽ സർപ്പനുണ്ട്. സൂര്യന്റെ ഉപാധിപൻ ശനിയാണ്. അപ്പൊ ശനി 2ാം ഭാവത്തിലാണെങ്കിൽ അപ്പം ചോതി നക്ഷത്രത്തില് ഇപ്പൊ സൂര്യന്റെ നക്ഷത്രം എവിടെയാ? സൂര്യന്റെ നക്ഷത്രം സൂര്യന്റെ നക്ഷത്രം രാഹുവാണ് അല്ലേ? സൂര്യന്റെ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചോതിയാണ്. ഇപ്പൊ സൂര്യന്റെ നക്ഷത്രം രാഹുവാണ്. രാഹു എവിടെ നിൽക്കുന്നു? 2-ല് നിൽക്കുന്നു. അപ്പം സൂര്യന്റെ ഉപാധിപൻ ഉപാധിപൻ അല്ലെങ്കിൽ സബ്ലോഡ്. ഞാൻ ഏത് വേണോ എന്നുള്ളത് എന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായ? അത് മലയാളത്തിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഉപാധിപൻ ആക്കി എന്നുള്ളതേ ഉള്ളൂ. സബ്ലോഡും സ്റ്റാർ ലോഡും അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? എന്നുവെച്ചാൽ ചില മലയാളത്തിൽ പഠിക്കുന്നവർക്ക് ചിലപ്പം ഇംഗ്ലീഷ് അറിയാത്തവർ ഒരുപാട് പേര് നമ്മൾ പലയിടത്തും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ഫുൾ മലയാളം തന്നെ ആക്കിയത്. അപ്പം അത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിപ്പോൾ എത്ര പേർക്ക് അത് ഇല്ല എന്നുള്ള അറിയണം എനിക്ക്. അപ്പം തുലാം രാശിയിൽ ചോതി നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുന്നത്. അപ്പം രാഹു അപ്പം ചോതി നക്ഷത്രത്തിന്റെ അധിപൻ രാഹു 2-ല് നിൽക്കുന്നത്. സൂര്യന്റെ ഉപാധിപൻ ശനിയാണ്. ശനിയും 2-ലാണ് നിൽക്കുന്നത്. അപ്പൊ 2 പൂർണ്ണമായ ഫലം. ഇപ്പം ഇതിന്റെ ഉപാധിപനും നക്ഷത്രാധിപനും 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത് അല്ലേ? ഇതിന്റെ ഉപാധിപനും നക്ഷത്രാധിപനും 2ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഈ സൂര്യൻ തരുന്ന ഫലം ആ 2ാം ഭാവമായിട്ടുള്ള ഫലം പൂർണ്ണമായിട്ട് തരും. എന്നുവെച്ചാൽ അതിന്റെ നക്ഷത്രാധിപനും അതിന്റെ ഉപാധിപനും സ്റ്റാർ ലോഡും സബ്ലോഡും 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് 2ാം ഭാവത്തിന്റെ ഫലം പൂർണ്ണമായിട്ടും തരും. അത് അടുത്ത ഒരു ചോദ്യത്തിൽ നക്ഷത്രാധിപനും ഉപാധിപനും ശത്രുക്കളാണെന്ന് വെച്ചോ. അപ്പൊ കാര്യം നടക്കുമെങ്കിലും നടക്കത്തില്ല. പക്ഷെ അതിന് ആ ഉപാധിപൻ എങ്ങനെയാണെന്നുള്ളത് അത് തീരുമാനിക്കും. ഇപ്പൊ ബുധൻ മേട നക്ഷത്രത്തില് അശ്വനി നക്ഷത്രത്തിൽ 3 ഡിഗ്രി അശ്വനി നക്ഷത്രത്തിൽ നിൽക്കുന്നു. അശ്വിനി എവിടെ നിൽക്കുന്നു നോക്കിയേ? 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ബുധന്റെ ഉപാധിപൻ എന്ന് പറയുന്നത് ഇവിടെ 12 ഡിഗ്രിയിൽ ഉപാധിപൻ രവിയാണ്. അപ്പം രവി 12-നെ സൂചിപ്പിക്കുന്നു. അപ്പം ബുധനുമായിട്ട് ഒന്നും നടക്കത്തില്ലെന്ന് പറയാം. 12ഉം 8ഉമാണ് അതിന്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. അതിന്റെ ഉപാധിപൻ 12-ല് നിൽക്കുന്നു. അതിന്റെ നക്ഷത്ര ലോഡ് 8-ല് നിൽക്കുന്നു. അപ്പൊ 8ഉം 12ഉം കണക്ഷൻ വന്നുകൊണ്ട് ബുധൻ ഈ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഫലം ബുധൻ തരത്തില്ല ഇല്ലേ? അങ്ങനെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ ബുധൻ നിൽക്കുന്ന കേതുവിലാണ്. അപ്പം കേതു ഫലം കൊടുക്കേണ്ടത് എവിടെയാണ്? 8ാം ഭാവത്തിന്റെ ഫലമാണ് കൊടുക്കേണ്ടത്. അപ്പൊ 8ാം ഭാവത്തിന്റെ ഫലം, അപ്പം ബുധൻ തരുന്ന ഫലങ്ങൾ വളരെ 8ാം ഭാവവും 12ാം ഭാവത്തിൽ ആയിട്ടുള്ള ഫലങ്ങൾ തരുന്നുണ്ട്. അത് ഒരു നല്ല ഫലങ്ങളായിരിക്കത്തില്ലെന്ന് നമുക്കത് പറയാം. ശത്രുക്കൾ എന്ന് പറയുന്നത് ശത്രുക്കൾ എന്ന് പറഞ്ഞാല് ബുധന്റെ ശത്രു രവിയാണോ? ബുധന്റെ ശത്രു രവിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ശത്രുക്കൾ വേണമെന്നില്ല. ഇവിടെ നമുക്കിത് 12 നിൽക്കുന്നുണ്ട്, എന്തായാലും തരത്തില്ല ഫലം. 12-ലാണ് തരുന്നത്, 12-ൽ നിൽക്കുന്നുണ്ട്, എന്തായാലും ഫലം തരത്തില്ല. അതേസമയത്ത് ഇത് അതിന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് 10ആണ്. പക്ഷെ 10 നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. കാര്യം വെച്ചാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് നീചനായിട്ടാണ് 12-ൽ നിൽക്കുന്നത്. നീചനായിട്ട് 12-ൽ. ഇപ്പൊ ഇവിടെ നീചത്വം കൂടുതൽ അങ്ങനെ നമ്മൾ ഗ്രഹങ്ങളുടെ കാരകത്വം കൂടുതൽ അവിടെ കൊടുക്കാറില്ല. 12 നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അത് ഫലം കൊടുക്കത്തില്ല എന്ന് തന്നെ പറയണം. അതിന് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചോദിക്കുന്ന സമയത്ത് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. ഒരു ചോദ്യ സമയത്ത് പ്രശ്നം അത് ഈ നമ്മുടെ റിട്രോഗ്രേഷൻ എന്ന് പറയുന്ന വക്രം എന്ന് പറയുന്നത് നമ്മൾ ജാതകത്തിൽ ഉപയോഗിക്കാറില്ല. കെ പിയിൽ ജാതകത്തിൽ യാതൊരു കാരണവശാലും നമ്മൾ വക്രം ഉപയോഗിക്കത്തേയില്ല. അതേ സമയത്ത് നമ്മളുടെ
പ്രശ്ന ജ്യോതിഷത്തിൽ, ഹൊറാറി ജ്യോതിഷത്തിൽ നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് പ്രശ്നത്തിന്റെ ഗ്രഹനിലയിൽ അത് വക്രത്തിലുള്ളൊരു നക്ഷത്രമാണെങ്കിൽ, ആ ഗ്രഹം സ്ഥിതി ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കാര്യം ആ കാര്യം നടക്കത്തില്ലെന്ന് പറയാം. ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു നമ്മൾ ആ ഒരു ഏത് ഗ്രഹം നോക്കും, നമ്മൾ ആ ഒരു ഭാവത്തിന് നമ്മളിപ്പോൾ കല്യാണം നടക്കുമെന്ന് നോക്കുന്നു. കല്യാണം നടക്കുമ്പോൾ ആ ഒരു 7ാം ഭാവത്തിന്റെ സബ്ലോഡ് എടുത്തിട്ട് നോക്കുമ്പോൾ അത് നിൽക്കുന്നത് പിന്നെ വക്രത്തിലുള്ള അതിൻ്റെ ഒരു ഗ്രഹമാണ്. അതാണ് അതിൻ്റെ നക്ഷത്ര ലോഡ്. അങ്ങനെയാണെങ്കിൽ ആ സംഭവം നടക്കത്തില്ലെന്ന് പറയാം. അതേസമയത്ത് ഉപാധിപൻ വക്രത്തിലാണെങ്കിൽ നക്ഷത്രാധിപൻ വക്രത്തിലല്ല. ഇപ്പം നമ്മൾ ഈ കല്യാണം നോക്കിയപ്പോൾ കല്യാണത്തിൻ്റെ സബ്ലോഡിൻ്റെ സബ്ലോഡിൻ്റെ സ്റ്റാർ ലോഡ് എന്ന് പറയുന്നത് വക്രത്തിലല്ല. അതേസമയത്ത് ഉപാധിപൻ അതിൻ്റെ സബ്ലോഡ് വക്രത്തിലാണെങ്കിൽ എന്ന് വെച്ചാൽ അത് ആ വക്രത്തിൽ നിന്ന് മാറി പിന്നെ ഡയറക്റ്റ് ആയ ശേഷം ആ സംഭവം നടക്കുമെന്ന് പറയാം. അതേസമയം സ്റ്റാർ ലോഡും സബ്ലോഡും വക്രത്തിലാണെങ്കിൽ ആ കാര്യം നടക്കത്തേ ഇല്ല, യാതൊരു കാരണവശാലും നടക്കത്തില്ല. അങ്ങനെ അതാണ് ഈ പ്രശ്ന ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോയിന്റാണിത്. ഇത് നമ്മൾ സാധാരണ ജ്യോതിഷത്തിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ ഇത് ഈ വക്രം വരുന്നത് നമുക്ക് വക്രം ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ജസ്റ്റ് ഒരു അതിന്റെ നിയമം എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ പഠിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് ട്രാൻസിറ്റ് ചാർട്ടിലാണോ സർ? പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ചാർട്ടാണ്. പക്ഷെ അതിന്റെ പിന്നെ അസെൻഡന്റ് എന്ന് പറയുന്നത്, ലഗ്നം എന്ന് പറയുന്നത്, ആ നമ്പർ എവിടെ വരുന്നു, ഈ 249 നമ്പർ ഏത് വരുന്നു അതായിരിക്കും നമ്മുടെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണെന്ന് വെച്ചോ. അപ്പൊ ഉദാഹരണത്തിന് ഈ 14 ഡിഗ്രി 4 മിനിറ്റ് 50 എന്ന് പറയുന്നത് ധനുവില് 14 ഡിഗ്രി എന്ന് പറയുന്നത് ഇത് കണ്ടോ, 13 ഡിഗ്രിക്കും 15:33 ഡിഗ്രിക്കും ഇടയിലാണ് ആ ഒരു ഇത് പറയുന്നത്. അപ്പൊ എൻ്റെ ആ ഒരു പിന്നെ ഗ്രഹനില വേണമെങ്കിൽ 176 എന്ന് പറയുന്ന നമ്പർ ഞാനിപ്പോ 176 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു, മനസ്സിലായോ? 176 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുമ്പോൾ ഇതിനിടയിലുള്ള ഡിഗ്രിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒന്നിൽ നമ്മൾ മിക്കവാറും വരുമ്പോൾ 13 തന്നെ ആയിരിക്കും, ഇത് തന്നെ ആയിരിക്കും, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ 13 ഡിഗ്രി മിനിറ്റിൽ തുടങ്ങുന്നത് അവിടെ. അപ്പം ഇതിനൊക്കെ എവിടെ വന്നാലും അതിൻ്റെ സബ്ലോഡ് ശുക്രനാണ്, സ്റ്റാർ ലോഡ് ശുക്രനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു ബാധകമല്ല. അപ്പം നമ്മൾ നോക്കുന്നത് എന്താ, ശുക്രനാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം ഈ ജ്യോതിഷത്തിൽ നമ്മളെ ഇത് ഇവിടെ എടുത്ത സ്ഥിതിക്ക് ഇവിടെ അപ്പൊ 14/4 എന്ന് പറയുന്നത് ഞാൻ 176 ഡിഗ്രി എന്ന് 176 ഹൊറാറി നമ്പർ ഇട്ടാൽ എനിക്ക് കിട്ടുന്ന ലഗ്നമാണിത്. അപ്പൊ ഇവിടെയാണ് ഈ ധനുവില് ഇവിടെ ആയിരിക്കും ലഗ്നം വരുന്നത്. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നോക്കുന്നത്. ഒരാൾ ചോദിക്കുന്നു എൻ്റെ അടുത്ത്, കല്യാണം എൻ്റെ കല്യാണം എന്ന് നടക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്പർ പറയാൻ പറഞ്ഞു. ഞാൻ 176 എന്ന് പറയുന്ന നമ്പർ തന്നു. അപ്പോൾ ആ ദിവസം ഈ ഒരു ദിവസമാണ് നവംബർ 18, 20, 25 ഒരു ചോദ്യം ചോദിച്ച ഒരാളാണ്. അപ്പം 1ാം ഭാവത്തിൻ്റെ സബ്ലോഡ് എന്ന് പറയുന്നത് ഇത് ശുക്രനാണ്. ഇവിടെ ചെറുതായിട്ട് കാണാം, ശുക്രനാണ്. അപ്പൊ ശുക്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. ശുക്രൻ എവിടെ നിൽക്കുന്നു? ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 19 ഡിഗ്രി 11-ലാണ്. 19 ഡിഗ്രി 11-ലാണ്. അപ്പം അത് ആ സമയത്തുള്ള നമ്മൾ ആ ചോദ്യം ചെയ്യുന്ന സമയത്തുള്ള ഗ്രഹനില എടുക്കുന്നത്. അപ്പം ഞാൻ എന്നെ പലപ്പോഴും പഠിപ്പിച്ചത് എല്ലാവരും പറഞ്ഞു, ഞാൻ നമ്പർ എടുക്കുക, നമ്പർ എടുത്തിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തുള്ള ലഗ്നം എടുക്കുക. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കുറച്ചുകൂടെ എനിക്ക് ആ അനുഭവം കിട്ടിയിരിക്കുന്നത് ആ ചോദിക്കുന്ന ചോദ്യത്തിന് സമയത്ത് തന്നെ നമുക്ക് ആ ഉത്തരവുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് വെച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം കൊണ്ടുള്ള അഭിപ്രായം. നമുക്ക് രണ്ടും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് നല്ലത് വരുന്നത് നമുക്ക് നോക്കാം, അത് നോക്കി ചെയ്യണം.
അപ്പം അപ്പോൾ ശുക്രൻ എവിടെ വരുന്നു നോക്കി. അപ്പം ശുക്രൻ എവിടെ നിൽക്കുന്നു? ശുക്രൻ 19 ഡിഗ്രിയിൽ നിൽക്കുന്നു. അപ്പം 19 ഡിഗ്രി അത് 11 ഇത് അപ്പം ഉടമസ്ഥയിൽ നിൽക്കുന്നു 6ഉം 11ഉം 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പം 11 സ്ട്രോങ് ആണ്, 6ഉം തരുന്നുണ്ട്. അപ്പം ശുക്രന്റെ ഇതെവിടെയാണ്? ശുക്രൻ നിൽക്കുന്നത് രാഹുവിലാണ്. ശുക്രൻ രാഹുവിൽ നിൽക്കുന്ന, രാഹു എവിടെ നിൽക്കുന്നു? രാഹു നിൽക്കുന്നത് 3ലാണ്. 3 വ്യാഴത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം എവിടെ നിൽപ്പുണ്ട്? വ്യാഴം 7ൽ നിൽപ്പുണ്ട്. അപ്പം വ്യാഴം 7ൽ നിൽക്കുന്ന 1ന്റെയും 4ന്റെയും ഭാവം ഇതാണ്. അപ്പം ശുക്രൻ വ്യാഴത്തിന്റെ ഫലമാണ് തരുന്നത്. അപ്പം 7ാം ഭാവം അവിടെ വരുന്നുണ്ട്. അതിന്റെ സബ്ലോഡും ശുക്രനാണ്. ശുക്രൻ തരുന്ന, അപ്പൊ ശുക്രൻ അവിടെ വരുമ്പം ശുക്രൻ നോക്കി, ശുക്രൻ ഇത് ശുക്രന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന, അല്ല സോറി, ശുക്രൻ നിൽക്കുന്ന എവിടെയാണ്? രാഹുവും മാഴ്സുമാണ്. മാഴ്സാണ് സബ്ലോഡ്. 5ഉം 12ഉം വന്നു. മാഴ്സ് നിൽക്കുന്നത് എവിടെയാ? 17ലാണ്. 12 വളരെ സ്ട്രോങ് ആണ്. 5 അപ്പം നോക്കുമ്പോൾ ആ സബ്ലോഡ് പറയുന്നത് ഇതൊരു കല്യാണം ആവാമെങ്കിലും ഇതിനകത്തൊരു ലവ് മാരേജിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. 5ാം ഭാവം വരുന്നു. 12ാം ഭാവം വരുമ്പോഴത്തേക്ക് ആ കല്യാണം, ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ് കംഫേർട്ടിൽ കൂടെ പോകുന്ന ഒരു ബന്ധമാണെന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. 5ഉം 12 വന്നുകൊണ്ടാണ്. 5ഉം 12 വന്നുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിലൂടെ പറയാം. അപ്പം കല്യാണം നടക്കും, പക്ഷെ അത് ഒരു പ്രണയ വിവാഹമാണ്. ഈ 12ആയിട്ട് ബന്ധം വരുന്നുണ്ട്, ഒരു ബെഡ് കംഫേർട്ട് അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പറയേണ്ടി വരും. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് ഈ ഒരു എങ്ങനെയാണ് നോക്കുന്നത് അടുത്തൊരു സെക്ഷൻ കൂടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ നോട്ട്സ് ഞാൻ ഇത് കംപ്ലീറ്റ് 1 മുതൽ 4 വരെയുള്ള നോട്ട്സ് ഞാൻ കംപ്ലീറ്റ് തന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സാറേ ഇതിന്റെ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യം സോഫ്റ്റ്വെയറിന്റെ അടുത്ത ക്ലാസ്സിൽ തരാം ഞാൻ. അടുത്ത ക്ലാസ്സിൽ തരാം. ഓക്കെ സാർ. അത് ഒരു നല്ല സോഫ്റ്റ്വെയർ അടുത്ത ക്ലാസ്സിൽ തരാം. അപ്പം എല്ലാവരും എത്ര പേരുണ്ടായിരുന്നു? ഇന്ന് 10 പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോട്ട്സ് ഇന്ന് ഇപ്പം തന്നെ ഷെയർ ചെയ്യാം, പഠിപ്പിക്കാം. നോട്ട്സ് നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഞാൻ അതിൻ്റെ കമൻസ് ഞാൻ തരാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ വീണ്ടും നമ്മൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രൂപ്പിൽ ചോദിക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ സംശയം ഞാൻ തീർത്തു തരാം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ക്ലാസ്സിനെ പറ്റി ഒരു അഭിപ്രായം പറയണം. സ്പീഡ് കൂടുതലുണ്ടോ കുറവുണ്ടോ ഉണ്ടെങ്കിൽ പറയണം. എന്നെ പറ്റി അങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്, സ്പീഡ് കൂടുതലാണെന്നുള്ളത്. ഇതാരാണ്? റിയൽമി. ഹലോ, കേൾക്കാൻ വയ്യ, മ്യൂട്ടാണ്. റിയൽമി. ഹലോ 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 ഇതാരാണ്? ഹലോ സാർ, ആരതിയാണ്. എന്റെ ആണെന്ന് തോന്നണോ? ഞാൻ പേര് വട്ടം ഇട്ടിട്ടുണ്ടായില്ല. അതല്ല, എനിക്ക് അറിയാൻ വേണ്ടിയാണ് ആരൊക്കെയെന്നേ, അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ല, ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പം ശരി, നമസ്കാരം, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇപ്പം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം, ഞാൻ അതനുസരിച്ച് മാറ്റിക്കൊള്ളാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് പറയാനുള്ള? ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ, കുഴപ്പമില്ല. മോഹൻ, റോഷിൻ, പറ. സാറേ കുഴപ്പമുണ്ടായില്ല. നമ്മള് എക്സാമ്പിൾ കുറച്ചും ഇത് ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഇനി കൂടുതൽ എക്സാമ്പിൾ നമ്മളിപ്പം കാലിലത്ത് വെള്ളത്തിലോട്ട് വെച്ചിട്ടില്ല. ഇവിടെ വെള്ളം ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായ? ഇവിടെ ഫ്രണ്ടില് വെള്ളമുണ്ട് എന്നുള്ള രീതിയിലേ നമ്മൾ ആയിട്ടുള്ളൂ. വെള്ളത്തിലോട്ട് കാല് വെക്കുന്നേ ഉള്ളൂ. നമ്മള് സംശയങ്ങളൊക്കെ തീർത്ത് പോവാം, കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ടിരുന്നോളൂ, സംശയങ്ങളൊക്കെ തീർത്ത് പോവാം. ഓക്കെ സാർ. ആര് വിളിക്കുന്നത്? ഗ്രൂപ്പിൽ ആരോ വിളിച്ച്. മോഹനാണോ?
ഹിറോഷ് ഉണ്ട്. ഹിറോഷ് ആ സാർ ഹിറോഷാണ്. ഹിറോഷ് രണ്ടിൽ കയറിയിട്ടുണ്ടാ? ഇല്ല, ഒന്നിലേ ഉള്ളൂ. അല്ല, അവിടെ മ്യൂട്ട് കാണിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. ഇല്ല, ആ, ഒരു ഇതിലേ ഉള്ളൂ. മ്യൂട്ട് കാണിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാണ്. ആ, മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി സർ. ഓക്കെ. റിങ്കു, ഹലോ റിങ്കു. ഹലോ സാറേ, ഞാൻ ട്രാവലിംഗിലായതുകൊണ്ടിട്ടാണ് ഞാൻ നോക്കിക്കോളേ. ക്ലിയർ ആയിട്ടില്ല. നോക്കാം. വീഡിയോ ഷെയർ ചെയ്ത് തരാം. രാവിലെ ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് ഈ നോക്കാം. നോട്ട്സും കൂടെ ഷെയർ ചെയ്ത് തരാം. നോക്കിയിട്ട് പറയുക. ശരി സതീഷ് സാർ. സതീഷ് ഹലോ സതീഷ്. ഹലോ. സതീഷ് പറയൂ. ആ അപ്പൊ ഞാൻ ഈ നോട്ട്സ് പറഞ്ഞു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും കൂടെ അത് നോക്കിയിട്ടൊന്ന് പറയണേ. പറയാം. ഓക്കെ. ഓക്കെ. മോഹൻ ഹലോ. മോഹൻ. അപ്പൊ ശരി, നടക്കട്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ബുധനാഴ്ച വൈകിട്ട് കാണാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്.